أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد خاتم الأنبياء والمرسلين وعلى كافة أئمة الدين والعلماء العاملين عدد ما أحاط به علم الله. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പരിശുദ്ധ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച നമ്മളോട് ഇവിടെ പറയുന്ന ഒരു വെള്ളിയാഴ്ച മാത്രവുമല്ല, ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ള ശ്രേഷ്ഠതയുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അത് മാത്രവുമല്ല, ഒറ്റയിട്ട് രാവിലെ ഒരു നമുക്ക് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു ദിവസത്തിലെ ഒരു പകല് കൂടിയാണിത്. മാത്രവുമല്ല, റമദാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച. അപ്പൊ എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ ഒരു പരിശുദ്ധ ദിനത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇത്തരത്തിലുള്ള ഒരു മജ്ലിസിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അള്ളാഹു വിചാരിക്കുന്നുണ്ട് എന്റെ പ്രത്യേകമായ അടിമകൾക്ക് ഖൈർ കിട്ടണോ. അങ്ങനെ നമ്മൾ എന്താക്കുന്നു, നമ്മളെ നിർബന്ധിതമായിട്ട് നമ്മൾ ഇവിടേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് അള്ളാഹു നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അപ്പൊ കഴിഞ്ഞ 6 ക്ലാസ്സുകളിലായിട്ട് നാം ചർച്ച ചെയ്തു വന്നിരുന്നത് ഖുർആനുമായി ബന്ധപ്പെട്ട ആദാബുകള്, ഖുർആൻ ഓതേണ്ട രീതി, ഖുർആനിനോട് നമുക്കുണ്ടാവേണ്ട മര്യാദകള്, അത് കഴിഞ്ഞ് വുളൂ എങ്ങനെ നിർവഹിക്കപ്പെടണം, വുളൂവിന്റെ മഹത്വം എന്തൊക്കെയാണ്, വുളൂ ശരിയായ രീതിയിൽ നിർവഹിക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്ന മഹത്വങ്ങൾ, പ്രത്യേകതകൾ, ശ്രേഷ്ഠതകൾ, പ്രതിഫലം എന്തൊക്കെയാണ്, അതുപോലെ നിസ്കാരവുമായി ബന്ധപ്പെട്ട് നാം പാലിക്കേണ്ടുന്ന കടമകൾ എന്തൊക്കെയാണ്, നിസ്കാരത്തിനോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കണം, നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ എപ്രകാരം നിർവഹിക്കപ്പെടണം തുടങ്ങി ഒരുപാട് നിസ്കാരത്തിനെ കുറിച്ച് നാം ചർച്ച ചെയ്തു. ഇത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3-ാമത്തെ സെഷനാണ്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ശാരീരികമായി നാം ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമായത് നിസ്കാരമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. നാവ് കൊണ്ട് ഉച്ചരിക്കുന്നതിൽ വെച്ച് ഏറ്റവും മഹത്വമായ ദിക്ർ എന്ന് പറയുന്നത് കലിമത്തു തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങനെ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, നിസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത മറ്റ് അമലുകളിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് അതിന് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് അള്ളാഹു നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. കാരണം യാത്രക്കാരനായാൽ പോലും നിസ്കാരം ഒഴിവാക്കാനുള്ള സാഹചര്യമില്ല. യാത്രക്കാരനാണെങ്കിൽ ഓപ്ഷൻ ഉണ്ട്, ജംആക്കുക അല്ലെങ്കിൽ കസ്റാക്കുക, അല്ലെങ്കിൽ ജമ്മും കസറും കൂടി ഒരുമിച്ച് ചെയ്യുക. ജമ്മു വേറെയാണ്, കസർ വേറെയാണ്. അധികാർക്കും മനസ്സിലാക്കിയതിൽ തെറ്റുപറ്റിയിട്ടുണ്ട്. ജമ്മും കസറും ഒറ്റ വാക്കിലങ്ങ് പറയും. ജംഉ വേറെയാണ്, കസർ വേറെയാണ്. അത് ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് ഞാൻ മറ്റു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചർച്ച എന്ന് പറയുന്നത്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടു. അതായത് സഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സഹാബി ചോദിച്ചു, അയ്യുൽ അഅമാലി അഫ്ളൽ ഫഖാല അസ്സലാത്തു ലിമവാഖീതിഹാ. മറ്റൊരു ഹദീസിൽ കാണാം അസ്സലാത്തു ലിഅവ്വലി വഖതിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടു, അമലുകളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും അഫ്ളലായ, അഫ്ളൽ എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ആണ്, മനസ്സിലല്ലേ, ഏറ്റവും ടോപ്പ്, ഏറ്റവും ശ്രേഷ്ഠതയുള്ള അമൽ ഏതാണ് എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി എന്താണെന്ന് അറിയോ? അസ്സലാത്തു ലിമവാഖീതിഹാ ഔ അസ്സലാത്തു ലിഅവ്വലി വഖതിഹാ. നിസ്കാരം അതിന്റെ സമയത്തിന് നിർവഹിക്കുക എന്നുള്ളതാണ്. ഇന്നസ്സലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നിസ്കാരം മുഅ്മിനീങ്ങളുടെ മേൽ സമയബന്ധിതമായി നിർബന്ധമാക്കപ്പെട്ട ഒരു കർമ്മമാണ്, ഒരു പ്രവർത്തനമാണ്, ഒരു അമലാണ്. അപ്പോ നിസ്കാരത്തെ അതിന്റെ സമയത്തെ തൊട്ട് പിന്തിക്കാതെ ആ അവ്വൽ വഖത്തിൽ തന്നെ നിസ്കരിക്കുക എന്നുള്ളതാണ് ഒരു വ്യക്തി ചെയ്യുന്ന ഏറ്റവും വലിയ സൽക്കർമ്മം എന്ന് പറയുന്നത്. എൻ്റെ ഉപ്പയ്ക്ക് അതിന് ഭയങ്കര വാശി പിടിക്കുന്ന ആളാണ്. ബാങ്കൊടുത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഒരു പരിപാടിയുമില്ല, പിന്നെ ഉടനെ തന്നെ അവിടുന്ന് നിസ്കരിക്കാൻ ഓർഡറായി, മനസ്സിലായില്ലേ? അപ്പോ ഉമുർ അഹ്ലക ബിസ്സലാഹ് ഫസ്തബിർ അലൈഹ. കുടുംബക്കാരോട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണം, അതിന്റെ മേൽ ക്ഷമിക്കുകയും വേണമെന്ന് പറഞ്ഞതിൽ വളരെയധികം കടുംപിടുത്തം പിടിക്കുന്ന ആളാണ് നമ്മുടെ വന്യപിതാവ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ
ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് അസ്സലാത്തു ലിമവാഖീതിഹ, സമയമായി കഴിഞ്ഞാൽ നിസ്കാരം അതിന്റെ അവ്വൽ വഖത്തിൽ തന്നെ നിർവഹിക്കുക. ബഹുമാനപ്പെട്ട കക്കിടിപ്പുറം അബൂബക്കർ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു, ഉപ്പാന്റെ ഷെയ്ഖാണ്, മഹാനവർകൾ യാത്ര ചെയ്യുന്ന സമയത്ത് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ എത്ര ദൂരേക്കുള്ള ടിക്കറ്റ് ആണെങ്കിലും ശരി, അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് പള്ളിക്കറി നിസ്കരിച്ചിട്ട് അടുത്ത ബസ്സിൽ പോകാവുന്നതാണ്. അപ്പൊ പറയും, പിന്നെ നമുക്ക് ജമ്മുനും കസറുള്ള ഒരു അവസരം ഇല്ലേ എന്ന്. അതൊക്കെ ഉണ്ട്, നമുക്ക് അവ്വൽ വഖത്തിൽ തന്നെ നമുക്ക് നിസ്കരിച്ച് അങ്ങ് പോകാന്ന് പറയും. അപ്പൊ അത് ഫിഖഹിനെതിരല്ല. ഫിഖഹ് ഇസ്ലാം രണ്ട് രീതിയിൽ, ശർഅ് രണ്ട് രീതിയിലാണ് നമ്മളോട് കൽപ്പിക്കുന്നത്. ഒന്ന് പിന്നെ റുഖ്സന്റെ ആളുകൾ ഉണ്ടാവും, മറ്റൊന്ന് ആ ഇൽത്തിസാമ് കൊണ്ട് മുറുകെ പിടിക്കുന്ന ആളുകൾ ഉണ്ടാവും. അങ്ങനെ പറഞ്ഞാൽ എന്താ, റുഖ്സ എന്ന് പറയുമ്പോൾ നമ്മളെ പോലെയുള്ള ആളുകൾക്ക് മടി വരും അല്ലെ ചില സമയത്ത്. ഇപ്പൊ നമ്മൾ യാത്രക്കാരനാണെങ്കിൽ നമ്മൾ പറയാം ജമ്മു കസറിന്റെ സാധ്യതയുണ്ടല്ലോ, അപ്പൊ നമുക്ക് എന്താക്കാം ജമ്മാക്കി കളയാന്ന് പറഞ്ഞാൽ നമ്മൾ എന്താക്കാം അങ്ങ് ജമ്മാക്കും. അത് റുഖ്സക്കാർക്കുള്ള ഒരു അവസരമാണ്. റുഖ്സ എന്ന് പറയുന്നത് വിട്ടുവീഴ്ച മാത്രം തേടി നടക്കുന്ന നമ്മളെ പോലെയുള്ള ആളുകൾ ഉണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് റുഖ്സ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് അസ്സലാത്തു ലിമവാഖീതിഹ, അസ്സലാത്തു ലിമവാഖീതിഹ, നിസ്കാരം അതിന്റെ കൃത്യസമയത്ത് നിർവഹിക്കുക. വഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഹാഫള അലൽ ഖംസി ബിഇക്മാലി തുഹൂരിഹ വമവാഖീതിഹ കാനത് ലഹു നൂറൻ വബുർഹാനൻ യൗമൽ ഖിയാമഹ. ഒരാൾ 5 വഖത്ത് നിസ്കാരം അതിന്റെ പരിപൂർണമായ വുളുവോടുകൂടി, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട് വുളു എങ്ങനെ നിർവഹിക്കണം എന്നുള്ളതിനെ കുറിച്ച് അല്ലെ. ഇസ്ബാഖുൽ വുളു, അഹ്സനുൽ വുളു ആക്കിക്കൊണ്ട് ഒരാൾ വുളു നിർവഹിക്കുകയും മാത്രമല്ല നിസ്കാരം 5 വഖത്തും വളരെ കൃത്യമായിട്ട് അതിനെ പാലിക്കുകയും ചെയ്യുന്ന, ഹാഫള അല എന്ന് പറഞ്ഞാൽ അത് കീപ്പ് ചെയ്ത് കൊണ്ടുപോവുക, അതിനെ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കാനത് ലഹു നൂറൻ വബുർഹാനൻ യൗമൽ ഖിയാമഹ, ഖിയാമത്ത് നാളിൽ അവർക്ക് അല്ലാഹു തആല പ്രത്യേകമായ ഒരു നൂറിനെ നൽകുമെന്നാണ്. ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രത്യേകമായ ഒരു നൂറിനെ നൽകും. ബുർഹാൻ, അത് മാത്രമല്ല അതുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് തെളിവാക്കാനും പറ്റും. പടച്ചോനെ ഏതാ 5 വഖത്ത് കൃത്യമായിട്ട് നീ എന്നെ കൊണ്ട് നിസ്കരിപ്പിച്ചിട്ടുണ്ട്, അത് തന്നെയാണ് തെളിവ് എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ വേറൊന്നും നോക്കാനില്ല. അപ്പോ നൂറായിട്ടും ബുർഹാനായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ 5 വഖത്ത് നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്നവർക്ക് നൽകപ്പെടും എന്നാണ്. മാത്രമല്ല വമൻ ലയ്യഅഹ, 5 വഖത്ത് നിസ്കാരത്തെ അതിന്റെ സമയത്തെയും വിട്ട് പിന്തിക്കുക, അല്ലെങ്കിൽ ആ നിസ്കാരത്തെ അവൻ വിട്ടുകളയുക, നഷ്ടപ്പെടുത്തുക, അങ്ങനെയാണെങ്കിൽ ഹുശിറ മഅ ഫിർഔന വ ഹാമാൻ, ഫിർഔനിന്റെയും ഹാമാനിന്റെയും കൂടെ അവനെ പിന്നെ എന്താണ് അവരുടെ കൂട്ടത്തിലേക്ക് അവൻ ഉൾപ്പെടുത്തപ്പെടുമെന്നാണ്. നിസ്കാരം അതിന്റെ സമയത്തെ വിട്ട് നിർവഹിക്കുക, അല്ലെങ്കിൽ നിസ്കാരത്തെ അവൻ നഷ്ടപ്പെടുത്തി കളയുക, അങ്ങനെയാണെങ്കിൽ ഫിർഔനിന്റെയും ഹാമാനിന്റെയും കൂടെയാണ് അവനെ നിയോഗിക്കപ്പെടുക, അവരുടെ കൂട്ടത്തിലേക്ക് അവനെ ഉൾപ്പെടുത്തപ്പെടും എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ ആരാണ് ഹാമാൻ, ആരാണ് ഫിർഔൻ? ഹാമാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഹാമാൻ എന്ന് പറഞ്ഞാൽ ഫിർഔനെ കുറിച്ച് നമുക്ക് ഏതാണ്ട് അറിയും. മൂസാ നബി അലൈഹി സ്വലാമുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാദപ്രതിവാദങ്ങളും പ്രശ്നങ്ങളും ചർച്ചകളും, അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാമുമായിട്ട് ഒരുപാട് യുദ്ധങ്ങളൊക്കെ നടത്തി പരാജയപ്പെട്ടു പോയ ഒരു ഷഖിയായ ഒരു വ്യക്തിയാണ് ഫിർഔൻ എന്ന് പറയുന്നത്. ആ ഫിർഔനിന്റെ വസീർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ മലയാളത്തിൽ പറയും ഒസീർ എന്നൊക്കെ പറയും, അവന്റെ ഒസീറായിട്ടാണ് നിൽക്കുന്നത്. വസീർ എന്ന് പറഞ്ഞാൽ അവന്റെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സെക്രട്ടറി, മനസ്സിലായില്ലേ? ഫിർഔനിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ഹാമാൻ. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് ഹാമാനെ കുറിച്ച് അല്ലെ. എന്താണ് ആ ഫിർഔനിന്റെ ഹാമാന്റെ പ്രത്യേകത എന്താണ്? ഹാമാനെ കുറിച്ച് ഖുർആൻ പറയുന്നത് എന്താണെന്ന് അറിയോ? പിന്നെ അയാൾ ഫിർഔനിന്റെ ഒരു സെക്രട്ടറി ആയിരുന്നു. മാത്രമല്ല ഫിർഔൻ അയാളുമായിട്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത്. ഫിർഔൻ ഹാമാനുമായിട്ട് മുഴുവൻ കാര്യങ്ങളും ചർച്ച ചെയ്യും, നാട്ടിലെ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം. മാത്രമല്ല ഫിർഔൻ പറയുന്നു ഞാനാണ് റബ്ബ് എന്ന് പറയുമ്പോൾ നാട്ടിലെ മുഴുവൻ പ്രജകളും അയാളുടെ അടിമകളുമായിരിക്കും. ആ രീതിയിൽ അയാൾ കണ്ടു. അപ്പൊ അദ്ദേഹം പറയുന്നു ഞാൻ എന്ത് തീരുമാനിക്കുന്നുവോ ആ തീരുമാനം മുഴുവനും ഹാമാനുമായിട്ടുള്ള ചർച്ചകളിലൂടെയാണ് നടത്തപ്പെടുന്നത്. മാത്രമല്ല ഈ ഹാമാൻ എന്ന് പറയുന്നത് ഫിർഔനിന്റെ എന്തൊക്കെ തീരുമാനങ്ങളുണ്ടോ, എന്ത് നീചമായ തീരുമാനങ്ങളാണോ അത് മുഴുവനും നടപ്പിലാക്കാൻ കൽപ്പിക്കപ്പെട്ട ഒരു
മന്ത്രി കൂടിയാണ്. മനസ്സിലായില്ലേ? ബ്ലൈൻഡ്ലി എന്ന് പറയില്ലേ നമ്മൾ, അതായത് കണ്ണും പൂട്ടി അങ്ങ് സ്വീകരിക്കും. എന്ത് പറഞ്ഞാലും ശരി, യെസ് താങ്കൾ പറഞ്ഞതുപോലെ എന്ന രീതിയിൽ അത് ആക്സെപ്റ്റ് ചെയ്ത് നടപ്പിലാക്കും. മാത്രമല്ല ഫിർഔൻ ചെയ്ത മുഴുവൻ തെറ്റുകുറ്റങ്ങളുടെയും ഒരു പങ്ക് ഈ ഹാമാനും കിട്ടും. കാരണം എന്താണെന്നറിയോ? ആ നാട്ടിൽ നടക്കുന്ന മുഴുവൻ നീച പ്രവർത്തികളും നടപ്പിലാക്കുന്നത് ഹാമാനാണ്, ഓർഡർ ചെയ്യുന്നത് ഫിർഔനും കൂടിയാണ്. മാത്രമല്ല ആ ബനു ഇസ്രായേലിലെ പാവങ്ങളായ ബലഹീനരായ ആളുകളെ ആ നാട്ടിൽ നിന്നും ആട്ടിയോടിക്കുവാനും അവരെ കൊല നടത്തുവാനും അവരുടെ മക്കളെ കൊല ചെയ്യുവാനും സ്ത്രീകളെ വളരെ നീചമായിട്ട് സ്ത്രീകളോട് പെരുമാറുവാനും അവരെ ബുദ്ധിമുട്ടിക്കുവാനും തുനിഞ്ഞിറങ്ങിയ ഒരു മന്ത്രി കൂടിയാണ് ഹാമാൻ എന്ന് പറയുന്നത്. മാത്രമല്ല ഹാമാനും ഫിർഔനും എല്ലാം ആ എന്ന് പറഞ്ഞില്ലേ, ആ എന്താണ് കടൽ വെള്ളത്തിൽ മുങ്ങി ചത്തുപോയി. മനസ്സിലായല്ലോ? അപ്പൊ ആ ഇത്രയും നീച പ്രവർത്തി ചെയ്ത ആളുകളുടെ കൂട്ടത്തിലേക്കാണ് നിസ്കാരം അതിന്റെ കൃത്യമായ രീതിയിൽ നിർവഹിക്കപ്പെടാൻ സാധിക്കാതെ, നിസ്കാരത്തെ നിർവഹിക്കാതെ മനഃപൂർവ്വം ഒഴിവാക്കിയ ആളുകൾ ഉൾപ്പെടുത്തപ്പെടുന്നത്. ഇനി വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മിഫ്താഹുൽ ജന്നതി അസ്സലാഹ്, മിഫ്താഹുൽ ജന്നതി അസ്സലാഹ്, നിസ്കാരം സ്വർഗത്തിന്റെ താക്കോലാണ്. ഇവിടുന്ന് നിസ്കരിക്കാതെ അങ്ങോട്ട് നമ്മൾ എന്താക്കി, നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് റൂമിന്റെ താക്കോൽ എടുക്കാൻ മറന്നുപോയി. ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ഒരാള് നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് റൂമിന്റെ താക്കോൽ എടുക്കാൻ മറന്നുപോയി. എന്താ ഉണ്ടാവുക? ആകെ ഒറ്റ ചാവിയേ ഉള്ളൂ. എന്താ സംഭവിക്കുക? ആ പൂട്ടൊക്കെ പൊളിക്കേണ്ടി വരും. പക്ഷെ സ്വർഗത്തിനെ സംബന്ധിച്ചിടത്തോളം പൂട്ടൊന്നും പൊളിക്കാൻ കഴിയൂല. മനസ്സിലല്ലേ? താക്കോൽ ഇല്ലെങ്കിൽ പിന്നെ കയറണ്ട എന്നുള്ളത് തന്നെ. ചാവി ഇല്ലേ, എന്നാ പിന്നെ കയറണ്ട, എന്നാ പിന്നെ വിട്ടോ. അപ്പൊ എന്താണ്, ദുനിയാവിൽ വെച്ച് അവർക്ക് നൽകുന്ന ഒരു താക്കോലാണ്, ഒരു കീ ആണ് നിസ്കാരം എന്ന് പറയുന്നത്. ആ നിസ്കാരം കൃത്യമായിട്ട് നിർവഹിച്ച് അതിന് വേണ്ട രീതിയിൽ പരിപാലിച്ച് തുരുമ്പ് വരാതെ വളരെ കൃത്യമായി എണ്ണയൊക്കെ ഇട്ട് പൂശി നന്നായിട്ട് സൂക്ഷിച്ചു വെച്ച് മരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ എന്താക്കണം? ആ നിസ്കാരം എടുത്ത് പോകണം. അങ്ങനെ സ്വർഗത്തിന്റെ വാതിൽക്കൽ എടുത്ത് എത്തിക്കഴിഞ്ഞാൽ ആ താക്കോലിട്ട് ഓപ്പൺ ചെയ്തിട്ട് വേണം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ. ഇത് ഒരു ആലങ്കാരിക പ്രയോഗമാണ്. അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടാ? അങ്ങനെ നിസ്കാരം താക്കോലാണ് നേടിയ പറഞ്ഞത്, അതൊന്നും നമുക്ക് ചർച്ചയില്ല. അതായത് അതൊരു പ്രയോഗമാണ്. മനസ്സിലായില്ലേ? നമ്മൾ പറയും രണ്ട് സുഹൃത്തുക്കൾ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് പൂട്ടും ഒന്ന് താക്കോലാണെന്ന് പറയും. രണ്ടാളും എപ്പോൾ ഒരുമിച്ച് ഉണ്ടാവും. അങ്ങനെ പറഞ്ഞാൽ എന്താ? അയാളുടെ പേര് പൂട്ട്, ഇയാളുടെ പേര് താക്കോല് എന്നല്ല അർത്ഥം. അതൊരു പ്രയോഗമാണ്, ഒരു ആലങ്കാരിക പ്രയോഗമാണത്. അപ്പൊ മെറ്റഫോറിക് എന്ന് പറയും ഇംഗ്ലീഷിൽ, അല്ലെ? മെറ്റഫോറിക്കൽ ആയിട്ടുള്ള ഒരു പ്രയോഗമാണത്. അപ്പോ നിസ്കാരം എന്നുള്ളത് സ്വർഗത്തിന്റെ താക്കോലാകുന്നു. അപ്പൊ നിസ്കാരവും സ്വർഗവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അവന്റെ ഖൽഖിന്റെ മേൽ, അതായത് മനുഷ്യരുടെ മേൽ ഫർളാക്കിയിട്ടില്ല. എന്ത് ഫർളാക്കിയിട്ടില്ല? നിസ്കാരം ഫർളാക്കിയിട്ടില്ല എന്നല്ല. അതായത് തൗഹീദിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യരുടെ മേൽ, അള്ളാഹുവിന്റെ അടിമകളുടെ മേൽ ഫർളാക്കപ്പെട്ട നിസ്കാരം, ആ നിസ്കാരത്തെക്കാൾ ശ്രേഷ്ഠമായ ഒരു അമലുമില്ല. തൗഹീദ് കഴിഞ്ഞാൽ നിസ്കാരത്തെക്കാൾ ശ്രേഷ്ഠമായ ഒരു അമലിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഫർളാക്കിയിട്ടില്ല. ഇനി അഥവാ അള്ളാഹു തആലക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു അമൽ ഉണ്ട് എങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ? മലക്കുകൾ അത് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും. അപ്പൊ നമുക്ക് മലക്കുകൾ എങ്ങനെയാണെന്ന് നോക്കാം. മലക്കുകൾ ഇപ്പൊ എങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്നത്? ഒരു വിഭാഗം ആളുകൾ റാക്കിഉൻ, അവർ റുകൂഇലായിക്കൊണ്ട് നിൽക്കുന്നവരാണ്. മറ്റൊരു വിഭാഗം മലക്കുകൾ സുജൂദിലായിക്കൊണ്ട് നിൽക്കുന്നവരാണ്. മറ്റൊരു വിഭാഗം മലക്കുകൾ നിന്നുകൊണ്ട് എങ്ങനെ അള്ളാഹുവിന്റെ തസ്ബീഹിലായിട്ടും തഹ്മീദിലായിട്ടും തക്ബീറിലായിട്ടും കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു വിഭാഗം മലക്കുകൾ അവർ ഇരുന്നു കൊണ്ട്. അപ്പൊ ഇതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ നിസ്കാരത്തിൽ റുക്കൂ ഉണ്ട്, നിസ്കാരത്തിൽ സുജൂദുണ്ട്, നിസ്കാരത്തിൽ നിൽത്തമുണ്ട്, നിസ്കാരത്തിൽ ഇരുത്തമുണ്ട്. ഇതൊക്കെ കൂട്ടിയിട്ടാണ് നിസ്കാരം എന്ന് പറയുന്നത്, അല്ലെ? തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്നതുമായ ചില പ്രത്യേകമായ വാക്കുകളും പ്രവർത്തികളും ഉൾക്കൊള്ളുന്ന കർമ്മമാണ് നിസ്കാരം എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെയുണ്ട്? റുക്കൂ, ഖിയാമുണ്ട്, നൃത്തമുണ്ട്, റുക്കൂ ഉണ്ട്, സുജൂദുണ്ട്, ഇരുത്തമുണ്ട്, അല്ലെ? അപ്പൊ ഇതൊക്കെ കൂടിയിട്ടുള്ള ഒരു കർമ്മമാണ് നിസ്കാരം. മലക്കുകളാണെങ്കിലോ ഇതൊക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുമാണ്. അപ്പൊ എന്താണ് പ്രത്യേകത? മലക്കുകൾ അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യുന്ന ആളുകളാണ്. മനസ്സിലായില്ലേ? ഈ ഇബാദത്തുകളാവണമെങ്കിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അമലുമായിരിക്കണം. അപ്പൊ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അമൽ എന്താണ്? നിസ്കാരത്തിന്റെ ഓരോ റുക്കുനുകളാണ്. ഈ റുക്കുനുകളൊക്കെ കൂടിയിട്ടാണ് അള്ളാഹു നമുക്ക് നിസ്കാരം തന്നിട്ടുള്ളത്. അപ്പൊ നിസ്കാരത്തിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു അമലും തൗഹീദിന് ശേഷം അള്ളാഹു അവന്റെ അടിമകൾക്ക്
നൽകിയിട്ടില്ല, ഫർലാക്കിയിട്ടില്ല. ഇനി ഒരാൾ നിസ്കാരത്തെ മനഃപൂർവ്വം ഞാൻ നിസ്കരിക്കുന്നില്ല, അപ്പോൾ നിസ്കരിച്ചിട്ട് എന്ത് കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കാരത്തെ മനഃപൂർവ്വം ഉപേക്ഷിക്കുകയാണെങ്കിൽ ഫഖദ് കഫറ, അവൻ കാഫിർ തന്നെ. അങ്ങനെ പറഞ്ഞെന്താ? അവന്റെ ഐ ഖാറബ അൻ യൻഖലിഅ അനിൽ ഈമാൻ ബിൻഹിലാലി ഉർവതിഹി വസുഖൂതി ഇമാദിഹി. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് അസ്സലാത്തു ഇമാദുദ്ദീൻ, നിസ്കാരം ദീനിന്റെ തൂണാകുന്നു. അപ്പൊ ഒരു തൂണ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ബിൽഡിംഗ് തകർന്നു വീഴാൻ സാധ്യതയുണ്ട്. തകർന്നു വീണ് കഴിഞ്ഞാൽ ആ ബിൽഡിംഗ് കൊണ്ട് യാതൊരു ഉപകാരവുമില്ല. അപ്പോ നിസ്കാരമാകുന്ന ഒരു പില്ലർ അവന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? അവന്റെ ഈമാനും ദീനും എല്ലാം നഷ്ടപ്പെട്ടു. പിന്നെ അവനിക്ക് ഈമാൻ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അവൻ എത്തിപ്പെട്ടു. അതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി വമൻ തറക സലാത്തൻ മുതഅമ്മിദൻ ഫഖദ് ബരിഅ മിൻ ദിമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ മനഃപൂർവ്വം നിസ്കാരത്തെ മനഃപൂർവ്വം മറ്റ് കാരണങ്ങളൊന്നുമില്ല, അത് കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് നിസ്കാരത്തെ ഒഴിവാക്കുന്നത് എങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ദിമ്മത്തിൽ നിന്ന്, നബി തങ്ങളുടെ ആ ഉമ്മത്ത് എന്ന രീതിയിലുള്ള ഒരു പരിരക്ഷ ഉണ്ടാവല്ലോ, ആ പരിരക്ഷയിൽ നിന്നും അവൻ ഒഴിവായി. പിന്നെ അവനിക്ക് ശഫാഅത്തില്ല, അവനിക്ക് റെക്കമെൻഡേഷൻ ഇല്ല, അവനിക്ക് യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റെടുക്കുകയില്ല. വഖാല അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരാൾ വുളു എടുത്തു എന്ന് മാത്രമല്ല പറഞ്ഞത്, അഹ്സനൽ വുളു, വുളു അതിൻ്റെതായ ഏറ്റവും പരിപൂർണമായ രീതിയിൽ വുളു എടുത്തു. വുളു രണ്ട് രീതിയിൽ എടുക്കാറുണ്ട്. ഒന്ന് മിനിമം വുളു ഉണ്ട്, ഒന്ന് മാക്സിമം എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വുളു ഉണ്ട്. ഇസ്ബാഹുൽ വുളു അല്ലെങ്കിൽ ഇഹ്സാനുൽ വുളു എന്ന് അതിന് പറയാം. അപ്പൊ ഒരാൾ വുളു ചെയ്തു, എന്നിട്ടോ ഫഅഹ്സനുൽ വുളു ഫഅഹ്സന വുളുഅഹു, ആ വുളുവിനെ അവൻ ഏറ്റവും മെച്ചമായ രീതിയിൽ, ഏറ്റവും എന്താ പറയാ, അതിന്റെ പരിപൂർണമായ രീതിയിൽ അവൻ നിർവഹിക്കുകയും ചെയ്തു. എന്നിട്ട് നിസ്കാരത്തെ മാത്രം കരുതിക്കൊണ്ട് അവൻ പള്ളിയിലേക്ക് പുറപ്പെട്ടു. എന്നാലോ ആ പള്ളിയിലേക്ക് പുറപ്പെട്ടത് മുതൽ അവൻ നിസ്കാരത്തിലായിട്ട് പരിഗണിക്കപ്പെടും. പ്രതിഫലം അങ്ങനെയാണ് അല്ലെ. ഇനി പിന്നെ അവൻ നടക്കുന്ന ഓരോ നടത്തുണ്ടോ, നമ്മൾ നടക്കുമ്പോൾ ശ്രദ്ധിക്കുക, അങ്ങനെ നടക്കുക. ഒരു കാല് മുന്നോട്ട് വെക്കുന്നു, പിന്നെന്താക്കുന്നു, ഈ വെച്ച കാല് അവിടെ വെച്ചുകൊണ്ട് എന്താക്കുന്നു, അടുത്ത കാല് മുന്നോട്ട് വെക്കലോട് കൂടി എന്താക്കുന്നു, ഈ കാൽ പിന്നിലേക്ക് തള്ളിയിട്ടാണ് അടുത്ത സ്റ്റെപ്പ് വെക്കുന്നത്. ഇങ്ങനെ സ്റ്റെപ്പ് ഞാൻ ചിന്തിച്ചു നോക്കിയാൽ മതി എങ്ങനെ സ്റ്റെപ്പ് വെക്കുന്നത് എന്നുള്ളത്. ആ ഓരോ സ്റ്റെപ്പുകളും അവനിക്ക് ഏറ്റവും കൂടുതൽ മെച്ചമുള്ള ഒരു സൽക്കർമ്മമാണ്. എങ്ങനെയാണത് മെച്ചമുണ്ടാക്കുന്നത് അറിയോ? ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കലോട് കൂടി അവന്റെ ദറജ അള്ളാഹു താല ഉയർത്തുകയാണ്. അവനിക്കൊരു ഹസനത്ത് അള്ളാഹു എഴുതി. മാത്രമല്ല അവന്റെ മറ്റേ കാല് മുന്നോട്ട് വെക്കലോട് കൂടി എന്ത് ചെയ്യുന്നു, അവന്റെ എല്ലാ ദോഷങ്ങളും അവന്റെ എല്ലാ ചെറു കുറ്റങ്ങളും അള്ളാഹു താല അവനക്ക് പുറത്തു കൊണ്ടേയിരിക്കുന്നു. അപ്പോ ഒരു ദോഷം പൊറുക്കുന്നു, ഒരു നന്മ എഴുതപ്പെടുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു. ഇതാ ഒരു ഹദീസ് വരുന്നുണ്ട്, ആ ഹദീസിന്റെ ബാക്കി തന്നെ നമുക്ക് പറയാം. എന്താണ്? فإذا سمع أحدكم الإقامة فلا ينبغي له أن يتأخر. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയോ? ഫലാ യംബഗി ലഹു അൻ യതഅഖർ, നിസ്കാരത്തെ തൊട്ട് പിന്തിക്കാതിരിക്കൽ നിർബന്ധമാണ്. ഫഇന്ന അഅളമകും അജ്റൻ അബ്അദുകും ദാറാ, നിങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ആളാണെന്നറിയോ? അവന്റെ വീട് പള്ളിയേക്കാൾ അകന്ന് ഉള്ള ആളാണ്. അതായത് അവന്റെ വീട് പള്ളിയിൽ നിന്നും വളരെ ദൂരത്താണുള്ളത്. അപ്പോൾ സ്വഹാബികൾക്കൊക്കെ സംശയമായി. ഖാലു ലിമ യാ അബാ ഹുറൈറ, അതെങ്ങനെയാണ് സംഭവിക്കുന്നത് അബൂ ഹുറൈറ? കാരണം നമ്മളൊക്കെ പള്ളിന്റെ അടുത്താവുമ്പോൾ നമുക്ക് വേഗം പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാലോ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പള്ളിന്റെ അടുത്തൊക്കെ വീടെടുക്കുന്നത്. അപ്പോ പള്ളിയിൽ നിന്നും വളരെ അകന്നിട്ടാണ് വീടെങ്കിൽ അവനിക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം എന്ന് പറയുന്നതിലെ യുക്തി എന്താണെന്ന് ചോദിച്ചപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മിൻ അജ്ലി കസ്റത്തിൽ ഖുതാ. എന്താ പറഞ്ഞത്? അവന്റെ ആ വീട് പള്ളിയിൽ നിന്നും വളരെ അകലെയാണെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ? അവൻ ഒരുപാട് ചവിട്ടടി വെക്കും, ഒരുപാട് നടക്കും. ആ ദൂരത്തിനനുസരിച്ച് അവന്റെ പ്രതിഫലം എഴുതപ്പെടും. മാത്രമല്ല ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടുകയും ചെയ്യും. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പോഴത്തെ ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ നമുക്ക് അതിന് സാധ്യതയുണ്ടോ? പെൻഷൻ ഒരു പരിപാടി ഉണ്ട്, പെൻഷൻ പരിപാടി. എന്താണ് പെൻഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്? നമ്മൾ കൃത്യമായിട്ട് പള്ളിയെ അവലംബിച്ചുകൊണ്ട് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പള്ളിയിലേക്ക് പോകുന്ന ഒരാളാണ് എങ്കിൽ
അതിന്റെ സാഹചര്യം പ്രതികൂലമായാൽ അവനിക്ക് മുമ്പ് എങ്ങനെയായിരുന്നു അവൻ പ്രവർത്തിച്ചിരുന്നത് ആ പ്രതിഫലം അവനിക്ക് കിട്ടും. അപ്പോൾ നിസ്കാരം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു തെറ്റും കൂടാതെ വളരെ കൃത്യമായിട്ട് പരിപൂർണമാണ് എന്ന് നമുക്ക് സർട്ടിഫിക്കറ്റ് തന്നു. അങ്ങനെയാണെങ്കിൽ മറ്റ് അമലുകളിൽ വന്നു പോയിട്ടുള്ള എല്ലാ ന്യൂനതകളും അള്ളാഹു പരിഹരിച്ച് അവനെ സ്വർഗാവകാശിയാക്കും. ഇനി അടുത്തത് നിസ്കാരം. ആദ്യമായിട്ട് ഖിയാമത്ത് നാളിൽ ചെക്ക് ചെയ്യുന്ന അമല് നിസ്കാരമാകുമ്പോൾ ആ നിസ്കാരം ഫസ്റ്റ് ചെക്ക് ചെയ്തു. പാസ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അല്ലെ, വിസ ഉണ്ടായിട്ടും കാര്യമില്ല. പാസ്പോർട്ടിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഗേറ്റിന്റെ അപ്പുറത്തേക്ക് പോകാൻ വിസ ഉണ്ട് എന്ന് പറഞ്ഞാലും കടത്തി വിടൂല. മനസ്സിലായില്ലേ? അപ്പൊ പാസ്പോർട്ടിൽ എന്താണോ പ്രശ്നം ആ പ്രശ്നം ഉള്ളതുപോലെ തന്നെ നിസ്കാരത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ മറ്റ് അമലുകളൊക്കെ തള്ളപ്പെടുന്നതാണ്. അപ്പൊ നിസ്കാരം പരിപൂർണമല്ലെങ്കിൽ മറ്റു എന്ത് അമലുകൾ അതിന്റെ പരിപൂർണമായ രീതിയിൽ ചെയ്തിട്ടും കാര്യമില്ല. നിസ്കാരം വളരെ പരിപൂർണമായ രീതിയിൽ നിർവഹിക്കപ്പെടാൻ നമുക്ക് സാധിക്കണം. ഇനി പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അബൂ ഹുറൈറ നിന്റെ കുടുംബത്തിനോട് നീ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുക. കാരണം അള്ളാഹു തആല നിനക്ക് റിസ്ക് നൽകും. അതായത് നിനക്ക് ജീവിതത്തിൽ വേണ്ട എല്ലാ അനുഭൂതികളും എല്ലാ കാര്യങ്ങളും അള്ളാഹു നൽകും. നിന്റെ കുടുംബവുമായിട്ട് നീ കുടുംബത്തോട് നീ നിസ്കാരത്തെ കുറിച്ച് കൃത്യമായിട്ട് കൽപ്പിക്കുകയാണെങ്കിൽ, അത് നിർവഹിക്കപ്പെടുകയാണെങ്കിൽ, മിൻ ഹൈസു ലാ തഹ്തസിബ്, നീ പ്രതീക്ഷിക്കാത്ത ഭാഗത്തുകൂടെ അള്ളാഹു തആല നിന്റെ ജീവിതം വളരെ എളുപ്പമാക്കും. നിനക്ക് റിസ്ക് നൽകും. റിസ്ക് എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ആവശ്യമുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ അതിൽപ്പെട്ടു. റിസ്ക് എന്ന് പറഞ്ഞാൽ വെറും ഫുഡ് മാത്രമല്ല, മനസ്സിലായില്ലേ? എല്ലാ കാര്യങ്ങളും റിസ്കിൽ പെടും. അപ്പൊ അത് മുഴുവനും അള്ളാഹു തആല നീ പ്രതീക്ഷിക്കാത്ത ഭാഗത്തുകൂടെ നിനക്ക് നൽകും എന്നാണ്. ഇനി നിസ്കരിക്കണം എന്ന് നമ്മൾ ഒരുപാട് പറഞ്ഞു. എങ്ങനെ നിസ്കരിക്കണം? ഒറ്റക്ക് നിസ്കരിക്കണോ, ജമാഅത്തായിട്ട് നിസ്കരിക്കണോ? ജമാഅത്തായി നിസ്കരിക്കുന്നതിൽ വല്ല പ്രതിഫലവും നമുക്ക് ലഭിക്കാനുണ്ടോ? നമുക്ക് നോക്കാം. ഫളാഇലു സ്വലാത്തിൽ ജമാഅ മൻ സ്വല്ലാ 40 യൗമൻ അസ്സലവാത്ത് ഫിൽ ജമാഅ ലാ തഫൂതുഹു ഫീഹാ തക്ബീറത്തുൽ ഇഹ്റാം കതബല്ലാഹു ലഹു ബറാഅതൈൻ ബറാഅത്തുൻ മിനൻ നിഫാഖ് വബറാഅത്തുൻ മിനൻ നാർ. എന്താ പറഞ്ഞത്? ഒരാൾ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഒരു ഇടതടവുമില്ലാതെ, ഒരു പ്രശ്നവുമില്ലാതെ, ഒരു ബ്രേക്കും ഇല്ലാതെ 40 ദിവസം ജമാഅത്തായിട്ട് ഒരാൾ നിസ്കാരം നിർവഹിക്കുന്നു. അതെങ്ങനെയായിരിക്കണം? എവിടെയെങ്കിലും കിട്ടിയാൽ പോരാ. ജമാഅത്ത് എന്ന് പറയുമ്പോൾ തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി അവനിക്ക് ജമാഅത്തായിട്ട് ഇമാമോട് കൂടി ജമാഅത്ത് ലഭിക്കുകയാണെങ്കിൽ അല്ലാഹു തആല അവനിക്ക് 2 കാര്യങ്ങൾ, 2 ബറാഅത്ത് എഴുതി. എന്താണ് ബറാഅത്ത് എന്ന് പറഞ്ഞാൽ? മോചനം. മോചനം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് അതിൽ നിന്നും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് നിഫാഖ് കൊണ്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതിൽ ഇഖ്ലാസ് ഒന്നും ഉണ്ടാവില്ല. മറ്റൊന്ന് നരകത്തിൽ നിന്നുള്ള മോചനം എന്ന് പറയുന്നത് ഏവരും ആഗ്രഹിക്കുന്നതാണ്. ഈ 2ഉം അവനിക്ക് ലഭിക്കും. 40 ദിവസം ജമാഅത്തായിട്ട് തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി ഒരാൾ നിസ്കാരം നിർവഹിച്ചാൽ നിഫാഖിൽ നിന്നും, നിഫാഖ് എന്ന് പറഞ്ഞാൽ കാപഢ്യത്തിൽ നിന്നും അതുപോലെ നരകത്തിൽ നിന്നും അവനിക്ക് ബറാഅത്തിനെ അള്ളാഹു എഴുതി എന്നാണ്. അടുത്തത് വയുഖാലു ഇന്നഹു ഇദാ കാന യൗമൽ ഖിയാമത്തി യുഹ്ശറു ഖൗമുൻ വുജൂഹും കൽ കൗകബ്. ഖിയാമത്ത് നാളിൽ കുറെ വിഭാഗം ആളുകൾ ഇങ്ങനെ കടന്നു വരും. ഓരോരോ ടീമായിട്ട് ആളുകൾ കടന്നു വരും. എങ്ങനെയുള്ള ആളുകളാണെന്നറിയോ? ആദ്യം വരുന്ന ആളുകളുടെ മുഖം നക്ഷത്രങ്ങളെ പോലെ മിന്നിക്കൊണ്ടിരിക്കുന്നുണ്ടാകും, നക്ഷത്രങ്ങളെ പോലെ മിന്നുന്നുണ്ടാകും. അപ്പോ തഖൂലു ലഹുമുൽ മലായിക, മലക്കുകൾ പറയും, മലക്കുകൾ ചോദിക്കും, മാ കാനത്ത് അമാലുക്കും, നിങ്ങളുടെ അമലുകൾ എന്തൊക്കെയായിരുന്നു ദുനിയാവിൽ? എന്താ നിങ്ങളുടെ മുഖം നോക്ക്, നല്ല നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് പോലെ മിന്നിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയും. അപ്പൊ യഖൂലൂൻ, അപ്പോ ആ വിഭാഗം ആളുകൾ പറയും, കുന്നാ ഇദാ സമിഅനൽ അദാൻ, ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? ഖുംനാ ഇല ത്വഹാറ, ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ വുദു എടുക്കാൻ പോകും. ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ വുദു എടുക്കാൻ പോകും. പിന്നെ നമുക്ക് വേറെ ചിന്തയില്ല. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ വുദു എടുക്കാൻ പോകുന്നു. പിന്നെ നമ്മൾ എന്താക്കുന്നു? നിസ്കാരം നിർവഹിക്കുന്നു. പിന്നെ മറ്റൊരു വിഭാഗം ആളുകൾ അതാ വരുന്നു. അവരുടെ മുഖമാണെങ്കിൽ പൂർണ്ണ ചന്ദ്രനെ പോലെ വെട്ടിത്തിളങ്ങുന്ന പ്രകാശപൂരിതമായ മുഖം. അപ്പൊ മലക്കുകൾ ചോദിക്കും, എന്തായിരുന്നു നിങ്ങൾ ദുനിയാവിൽ ചെയ്തിരുന്ന അമല്? അപ്പൊ ചോദിക്കും, അവർ പറയുന്നു,
കുന്നാ നതവല്ലഉ ഖബ്ലൽ വഖത്ത്. ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് തന്നെ നമ്മൾ വുളു എടുത്ത് റെഡിയായിരിക്കും. ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ വുളു എടുത്ത് റെഡിയായിരിക്കും. അങ്ങനെ നമ്മൾ എന്താക്കും? നിസ്കാരം നിർവഹിക്കും. അതാ അല്പസമയത്തിന് ശേഷം മറ്റൊരു വിഭാഗം ആളുകളെയും അവിടെ കൊണ്ടുവരികയാണ്. അപ്പൊ ഫയഖൂലൂൻ, അപ്പൊ അവർ മലക്കുകൾ ചോദിക്കും, എന്താണ് നിങ്ങൾ ദുനിയാവിൽ വെച്ച് ചെയ്തിരുന്ന ഈ അമലുകൾ എന്തൊക്കെയാണ്? കാരണം നിങ്ങളുടെ മുഖം വളരെ സൂര്യനെ പോലെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു, സൂര്യൻ പ്രകാശിക്കുന്നത് പോലെ പ്രകാശിക്കുന്നു. എന്താണ് നിങ്ങൾ ചെയ്തിരുന്ന അമല് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, വുളുവൊക്കെ എടുത്ത് റെഡിയായി ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പള്ളിയിലാണ് ഉണ്ടാവുക എന്ന്. മനസ്സിലല്ലേ? അപ്പൊ മൂന്ന് ടീം ആളുകള്, മൂന്ന് വിഭാഗം ആളുകള്. ഒന്ന് ബാങ്ക് കൊടുത്ത ശേഷം വുളു കൊടുക്കുന്ന ആളുകള്, ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് വുളു എടുത്ത് റെഡിയാവുന്നവര്, മറ്റൊന്ന് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ വുളുവൊക്കെ എടുത്ത് പള്ളിയിലെത്തി പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുന്നവര്, കേന്ദ്രത്തിൽ നിന്ന് തന്നെ ബാങ്ക് കേൾക്കുന്നു. ഇങ്ങനെയുള്ള ആളുകൾ. അപ്പൊ മൂന്ന് വിഭാഗം ആളുകൾ. അപ്പോൾ അതിന്റെ ക്വാളിറ്റി അനുസരിച്ച് എന്താകും? മുഖത്തിന്റെ പ്രകാശം മാറിക്കൊണ്ടിരിക്കും. സൂര്യനാണ്, നമുക്ക് ഒന്നും ആവശ്യമില്ല. ഇപ്പം നമ്മൾ പറയും, ഇപ്പം പകൽ സമയത്ത് നമുക്ക് എന്തുകൊണ്ട് നക്ഷത്രങ്ങളെ കാണാൻ പറ്റുന്നില്ല? കുറച്ച് ആളുകൾ പറഞ്ഞു, പകൽ സമയത്ത് നക്ഷത്രങ്ങൾ ഇല്ലല്ലോ, രാത്രിയല്ലേ നക്ഷത്രങ്ങൾ ഉദിക്കുന്നത് എന്ന്. അങ്ങനെയാണോ? അല്ല, പകല് തന്നെ നമുക്ക് ചന്ദ്രനെയും നക്ഷത്രങ്ങളെയൊക്കെ നമുക്ക് ഈ ദുനിയാവിൽ അള്ളാഹു പടച്ചു വെച്ചിട്ടുണ്ട്. ഈ ആകാശത്തുണ്ടത്. പക്ഷെ എന്തുകൊണ്ട് കാണുന്നില്ല? സൂര്യൻ ഉള്ളത് കൊണ്ട്. സൂര്യന് അതിനേക്കാളും കൂടുതൽ പ്രകാശമുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റതൊക്കെ നഷ്ടപ്പെട്ടു പോയി. അതിന്റെ അപ്പോ നിസ്കാരം നിർവഹിക്കുന്ന രീതിയിൽ തന്നെ വ്യത്യസ്തമായ ആളുകളുണ്ട്. ഒരു വിഭാഗം ആളുകൾ ബാങ്ക് കൊടുത്ത ശേഷം നിസ്കരിക്കുന്നവർ, ബാങ്ക് കൊടുത്ത ശേഷം വുളു എടുത്ത് നിസ്കരിക്കുന്നവർ, അവരുടെ പ്രകാശം അല്പം കുറവായിരിക്കും. മനസ്സിലായില്ലേ? രണ്ടാമത്തത്, ബാങ്ക് കൊടുക്കുന്നതിന്റെ തൊട്ട് മുമ്പ് തന്നെ വുളു എടുത്ത് റെഡിയായി ഒരുങ്ങി നിൽക്കുന്നവർ, അവരുടെ മുഖം ചന്ദ്രനെ പോലെ പ്രകാശിക്കും. മറ്റൊന്ന്, സൂര്യനെ പോലെ മുഖം പ്രകാശിക്കുന്നവർ. സൂര്യൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി രണ്ടിന്റെയും പ്രകാശം അവിടെ പിന്നെ ഇല്ല, ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി, അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള മൂന്ന് വിഭാഗം ആളുകളാണ് നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി മുൻകാലത്ത് ജീവിച്ചിരുന്ന മുൻഗാമികളായ പണ്ഡിതന്മാർ, ആലിമീങ്ങൾ, ഉലമാക്കൾ, ഇമാമികൾ, അവരുടെ അവസ്ഥ എന്തായിരുന്നു? നിസ്കാരം തക്ബീറത്തുൽ ഇഹ്റാം, ഒന്നാം തക്ബീർ, ഇമാം തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുമ്പോൾ ആ സമയത്ത് ആ തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടപ്പെട്ട്, പക്ഷെ ജമാഅത്ത് ഫുൾ കിട്ടിയിട്ടുണ്ടാകും. ആ തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടപ്പെട്ടതിൽ 3 ദിവസത്തോളം അവർ ഖേദിച്ച് കരഞ്ഞ് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുമായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത്. പിന്നെ മാത്രമല്ല, ഒരു ഹദീസിൽ കാണാം, ഒരു ഹിക്കായത്തിൽ കാണാം, ഒരു ചരിത്രമുണ്ട്. എന്താണെന്നറിയോ? ഒരു വലിയ മഹാൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ തെളിവ്, മഹാൻ എന്നൊക്കെ പറഞ്ഞാൽ അത് തെളിവുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെളിവുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പേര് കൃത്യമായിട്ട് ഓർമ്മിക്കപ്പെടാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോ പിന്നെ ഞാനൊരു കിതാബിൽ കൃത്യമായിട്ട് വായിച്ചിട്ടുണ്ടത്. അതായത് ഒരു മഹാൻ അവർകൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് ജമാഅത്ത് തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി നിർവഹിക്കുന്ന ഒരാളായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന് തക്ബീറത്തുൽ ഇഹ്റാം ജമാഅത്തിന് നഷ്ടപ്പെട്ടു പോയി. അദ്ദേഹത്തിന് ഖേദം വന്നു, ഒരു തരത്തിലുള്ള രക്ഷയുമില്ല. അദ്ദേഹം ഖേദിച്ച് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങി. പക്ഷെ അദ്ദേഹത്തിന് എന്നിട്ടും തൃപ്തി വരാത്തത് കൊണ്ട് നിന്ന് ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് തന്നെ 27 തവണ ആ നിസ്കാരം മടക്കി നിർവഹിക്കുന്നതായിട്ട് അദ്ദേഹം നിർവഹിക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറായി. അതായത് ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാളും ജമാഅത്തായി നിസ്കരിക്കുന്നതിന് 27 ഇരട്ടി പ്രതിഫലമുണ്ട്. അപ്പോ ഈ ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അദ്ദേഹം ആ ഒരു ളുഹറാണെങ്കിൽ ആ ളുഹർ നിസ്കാരം 27 തവണ മടക്കി നിസ്കരിക്കുന്നു. അങ്ങനെ അദ്ദേഹം നിസ്കാരമൊക്കെ കഴിഞ്ഞു അവിടെ അങ്ങ് ഉറങ്ങിപ്പോയി. ഉറങ്ങിയ ശേഷം അതാ സ്വപ്നത്തിൽ അദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ്. എന്താണെന്നറിയാം? ഒരു വിഭാഗം ആളുകൾ വെള്ള കുതിരയുമായിട്ട് ഒരു വിഭാഗം ആളുകൾ വളരെ സർവ്വസന്നാഹത്തോടു കൂടി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം വെള്ള വസ്ത്രമാണ്, വെള്ള കുതിരയും. ആ കുതിരയാണെങ്കിൽ വളരെ സ്പീഡിലാണ് അത് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹമാണെങ്കിലോ, ഈ മഹാനായ ഇമാം, ഈ മഹാനായ പണ്ഡിതൻ ആ കുതിരക്കാരുടെ പിന്നിലെത്താൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നു. എല്ലാവിധ ഒരുക്കങ്ങളും എല്ലാവിധ
സജ്ജീകരണങ്ങളുമായിട്ട് ഈ കുതിരയെ പരമാവധി സ്പീഡാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടേക്ക് എത്താൻ സാധിക്കുന്നില്ല. അപ്പൊ മുന്നിൽ നിന്ന് വിളിച്ചു പറയുന്നു, അല്ലയോ സഹോദര, നിങ്ങൾ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും നമ്മുടെ അടുക്കിലേക്ക് ഓടിയെത്താൻ സാധിക്കുകയില്ല. അപ്പൊ അദ്ദേഹം അതിൽ നിന്നും വ്യാഖ്യാനം മനസ്സിലാക്കിയെടുത്ത് എന്താണ്, ഞാൻ ജമാഅത്തായിട്ട് ഒരു തവണ നിസ്കരിക്കുമ്പോൾ 27 ഇരട്ടി പ്രതിഫലം കിട്ടുന്നു. ഞാനത് 27 തവണകളിലായിട്ട് നിസ്കരിക്കാൻ ശ്രമിച്ചാൽ പോലും ആ ഒറ്റ വട്ടം ജമാഅത്തായിട്ട് നിസ്കരിച്ച പ്രതിഫലം ലഭിക്കുകയില്ല എന്നുള്ളത്. അതിപ്പോ വീട്ടിലാണെങ്കിൽ വീട്ടിൽ ഭാര്യയോടൊപ്പം ഞാനിപ്പോ ഈ മസല ഉപ്പായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ ഉപ്പ പറഞ്ഞത്, പിന്നെ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ വീട്ടിലുള്ള സ്ത്രീക്ക്, അതായത് പെണ്ണുങ്ങൾക്ക്, അവർക്ക് ജമാഅത്തായി നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ നമുക്ക് പള്ളിയിലേക്കുള്ള പ്രതിഫലം കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് പരിഹരിക്കൽ എങ്ങനെയാണ്? വീട്ടിൽ വെച്ച് ജമാഅത്തായി നിസ്കരിക്കലോടുകൂടി നമ്മുടെ വീട്ടിൽ ഒരു ജമാഅത്ത് നടന്നു, ഭാര്യക്കും നിനക്കും ജമാഅത്തിനുള്ള പ്രതിഫലം കിട്ടി. അപ്പൊ അവർക്കും കൂടി ആ പ്രതിഫലം നമുക്ക് കൊടുക്കാൻ സാധിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ അത് സാഹചര്യത്തിനനുസരിച്ചാണ്. ഇനി അടുത്തത് ഫളായിലു സുജൂദ്. സുജൂദ് അധികരിപ്പിക്കുന്നവരുടെ പ്രത്യേകത എന്തൊക്കെയാണ്? നമുക്കറിയാം, ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരിസ് സുജൂദ്, സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരിസ് സുജൂദ്. സ്വഹാബികളെ പറ്റി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലത്തും വലതുമായിട്ട് അവരെല്ലാ സഹായങ്ങളുമായിട്ട് നബി തങ്ങൾക്ക് കൂടെ ഉണ്ടാകും. ഇൽമു പഠിക്കാനും കൂടെ ഉണ്ടാകും, യുദ്ധത്തിനാണെങ്കിലും കൂടെ ഉണ്ടാകും. നബി തങ്ങളുടെ ഏത് ദുഃഖങ്ങളിലും ഏത് സന്തോഷങ്ങളിലും എല്ലാ സമയത്തും സഹാബികൾ കൂടെ ഉണ്ടാകും. ആ സഹാബികളുടെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ? അവരുടെ മുഖത്ത് സുജൂദിന്റെ അടയാളങ്ങൾ ഉണ്ടാകും. സുജൂദിന്റെ അടയാളം എന്ന് പറയുന്നത്, സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നെറ്റിയിൽ ഒരു പ്രകാശം ഉണ്ടാകും, പ്രത്യേകമായ പ്രകാശം. മനസ്സിലായില്ലേ? അപ്പോ അതിന്റെ വിശദീകരണം പറയുന്നു, കൃത്യമായിട്ട് നമ്മൾ സുജൂദ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് നെറ്റിയിൽ തഴമ്പ് വരും. അത് ഹൃദയത്തിൽ അവരുടെ ഉള്ളിലുള്ള ആ ഖുശൂഇന്റെ ഭാഗമായിട്ട് പുറത്തേക്ക് വരുന്ന ഒരു നൂറാനിയത്താണ് എന്നാണ്. ഇനി നിസ്കാര ടൈം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഉറക്കൊന്നും വേണ്ട, ശരിയല്ലേ? അത് അങ്ങനെ കിട്ടുന്നതല്ല അത്. ഇനി ഫഇന്നഹു യുശ്രിഖു മിനൽ ബാത്തിനി അലൽ ളാഹിർ. ഹൃദയത്തിൽ ഉള്ള ആ ഖുശൂ, ആ ഭയഭക്തി, സുജൂദ് നമ്മൾ കൃത്യമായിട്ട് പതിവായിട്ട് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നെറ്റിയിലൂടെ അത് പുറത്തേക്ക് വരുമെന്നാണ്. അതുകൊണ്ടല്ലേ പറഞ്ഞത് ഖുർറം മുഹജ്ജലീൻ. ഖിയാമത്ത് നാളിൽ വുദൂ കൃത്യമായിട്ട് എടുക്കുന്നവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിക്കുന്ന പേരല്ല ഖുർറം മുഹജ്ജലീൻ. അത് അവരുടെ മുഖത്തുകൂടെ, നെറ്റിത്തടത്തിലൂടെ പ്രകാശം ഇങ്ങനെ പ്രതിഫലിക്കുന്നതായിട്ട് നമുക്ക് കാണാം, റിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ വുദൂ കാരണമായിട്ട് ഖിയാമത്ത് നാളിൽ ഒരു വിഭാഗം ആളുകളുടെ മുഖം ഇങ്ങനെ പ്രകാശിച്ചു കൊണ്ടേയിരിക്കും. ഇനി ഫഇദാ ഖറഅ ഇബ്നു ആദമ സജദ. നമ്മളിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ സജദയുടെ ആയത്തോതി, എന്നിട്ട് സജദയുടെ ആയത്ത് ഓതിയിട്ട് സുജൂദ് ചെയ്യുന്നു. ആ സമയത്ത് ശൈത്താൻ പറയും, ഇബ്ലീസ് പറയും, കരഞ്ഞുകൊണ്ട് പറയും, യാ വൈലാ ഉമിറ ഹാദാ ബിസ്സുജൂദ്. ഇതുകൊണ്ടല്ലേ എന്നോട് മുമ്പ് കൽപ്പിച്ചത്, ഇതുകൊണ്ടല്ലേ ഈ സുജൂദ് കൊണ്ടായിരുന്നില്ലേ അല്ലാഹു തആല മുമ്പ് എന്നോട് കൽപ്പിച്ചത്, എന്നിട്ടോ ഞാനത് ചെയ്തില്ല. ഈ ചങ്ങായി ചെയ്യുന്നത് കൊണ്ട് അവനിക്ക് സ്വർഗം കിട്ടി, ഞാനത് എതിർ പ്രവർത്തിച്ചത് കൊണ്ട് എനിക്ക് നരകവും കിട്ടി. അപ്പൊ ശൈത്താനിന് അറിയാം ഓ നരകത്തിൽ തന്നെയാണ് എന്നുള്ളത്, മനസ്സിലല്ലേ? അപ്പൊ ശൈത്താൻ, ആ ഇബ്ലീസിന് അറിയാം ഞാൻ നരകത്തിന്റെ അവകാശിയാണ്. അതുകൊണ്ടല്ല ഖിയാമത്ത് നാളിൽ വന്നിട്ട് പറയും, മനുഷ്യന്മാരെല്ലാവരും ഇങ്ങനെ പേടിച്ച് ഭയവിഹരായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ശൈത്താൻ അവിടെ വന്നുകൊണ്ട് ഒരു പ്രസംഗം നടത്താനുണ്ട്. അല്ലയോ സഹോദരങ്ങളെ, സുഖം തന്നെയല്ലേ? ഞാൻ നിങ്ങളോട് മുമ്പ് ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നല്ലതായിട്ട് കാണിച്ചു തന്നു. ഞാൻ ഒന്നും നിങ്ങളെ വിളിച്ചിട്ടൊന്നുമില്ല. ഞാൻ എന്ത് ചെയ്തു? ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരലോട് കൂടി നിങ്ങൾ എന്നിലേക്ക് കടന്നു വന്നു, അല്ലെ? ഞാൻ നിങ്ങൾ വിളിച്ചിട്ടൊന്നുമില്ല. ഞാൻ നിങ്ങളെ പറഞ്ഞിട്ടേ ഉള്ളൂ, നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ തോന്നിപ്പിച്ച് തന്നിട്ടേ ഉള്ളൂ, ഇത് ചെയ്തോ എന്നുള്ളത്. നിങ്ങൾ എന്താക്കി? ഉടനെ അത് ചെയ്തു. അള്ളാഹു ആണെങ്കിൽ അപ്പുറം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കേട്ടിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടില്ലേ, അള്ളാഹു തആല നിങ്ങളോട് കൃത്യമായിട്ട് അവനെ ആരാധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? എന്നിട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നെ ആരാധിക്കണമെന്ന്? ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, നിങ്ങൾ എന്നെ ആരാധിച്ചു, അത് നിങ്ങളുടെ കുറ്റമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ രക്ഷിക്കാൻ വരണ്ട, ഞാൻ നിങ്ങളെയും രക്ഷിക്കാൻ വരുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോയിക്കോ എന്ന് പറയും. അപ്പൊ അവിടെ നിന്ന് തടിയൂരുന്ന ഒരാളാണ് ഇബ്ലീസ്. ഇബ്ലീസ് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ആരെയാണെന്ന് അറിയോ? സുജൂദ് ഏറ്റവും കൂടുതൽ നിർവഹിക്കുന്ന ആളെയാണ്. കാരണം എന്താ? ഇബ്ലീസിന് ഏറ്റവും കൂടുതൽ കണ്ടുകൂടാത്ത ഒരു വ്യക്തിയാണ് ആദം നബി അലൈഹി ഇസ്ലാം. എന്താ കാരണം? ആദം നബി അലൈഹി ഇസ്ലാം കാരണത്താലാണ് സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നത്. അതെന്താ കാരണം?
ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചു, ചെയ്തില്ല. അപ്പൊ സുജൂദ് കാരണത്താൽ ഇബ്ലീസിന് സ്വർഗത്തിൽ നിന്നും ആ ആരാമങ്ങളിൽ നിന്നും എല്ലാവിധ സജ്ജീകരണങ്ങളുള്ള എല്ലാവിധ സൗഖ്യങ്ങളുമുള്ള ആ സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്ന സുജൂദ് കാരണത്താലാണ്. അപ്പൊ സുജൂദ് അധികരിപ്പിക്കുന്നവരോട് ശൈത്താന് ഭയങ്കര വെറുപ്പായിരിക്കും. അപ്പൊ ശൈത്താൻ ഏറ്റവും കൂടുതൽ വെറുപ്പുള്ളത് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളായിരിക്കും. മനസ്സിലായില്ലേ? അടുത്തത് ഫളീലത്തുൽ ഖുശൂ. നമുക്ക് എല്ലാവരും പറയും നമ്മൾ നിസ്കാരത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു ഖുശൂവും കിട്ടുന്നില്ല, നിസ്കാരം അതിന്റെ വഴിക്ക് ഇങ്ങനെ പോകുന്നുണ്ടാവും, നമ്മുടെ കച്ചവടമായിരിക്കും ആ സമയത്ത് മുന്നിലേക്ക് വരിക, അല്ലെ? അടുത്ത് ചെയ്യാൻ പോകുന്ന ഹോംവർക്ക് ആയിരിക്കും നമുക്ക് മുന്നിലേക്ക് വരിക, നാളെ നമുക്ക് എത്ര ദിവസം ലീവ്, ഈദിന്റെ ഹോളിഡേ വരാൻ പോകുന്നുണ്ട്, അതൊക്കെ ആയിരിക്കും നമുക്ക് നിസ്കരിക്കാൻ കൈകെട്ടിയാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പൊ അതിനെന്താ ഒരു പരിഹാരം? അപ്പൊ അത് പരിഹാരം എന്ന് പറയുന്നത് നാം നമ്മുടെ നിസ്കാരത്തിൽ നാം പാരായണം ചെയ്യുന്ന ഫാത്തിഹയാവട്ടെ, തസ്ബീഹ് ആവട്ടെ, അതുപോലെ തന്നെ അത്തഹിയാത്ത് ആവട്ടെ, തക്ബീർ ആവട്ടെ, എല്ലാത്തിന്റെയും അർത്ഥത്തിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോവുക. അപ്പൊ നമുക്ക് ഒരു പ്രത്യേക ഖുശൂ കിട്ടും. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അതിനുള്ള മാർഗമുണ്ട്. അത് തക്ബീറത്തുൽ ഇഹ്റാം നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയണല്ലോ, ആ സമയത്ത് നമുക്ക് അറിയാം നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ആ സമയത്ത് വേണ്ടതെന്ന് ഇൻഷാ അല്ലാഹ് ആ സമയത്ത് ഞാൻ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ നിസ്കരിക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ ഗഫ്ലത്തിലാകരുതേ. നിസ്കരിക്കുമ്പോ ഗഫ്ലത്ത് എന്ന് പറഞ്ഞാൽ എന്താ? റെക്ലെസ് മൈൻഡ്, അതായത് ആബ്സെന്റ് മൈൻഡ്. നമ്മുടെ മനസ്സ് ഒരു സ്ഥലത്തായിരിക്കും, നമ്മുടെ പ്രവർത്തനങ്ങൾ മറ്റൊരു സ്ഥലത്തായിരിക്കും. രണ്ടും രണ്ട് വഴിക്ക് ഇങ്ങനെ നീങ്ങി പോകുന്നുണ്ടാവും. ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് സഹവിന് സുജൂദൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ടാവും. അതെന്തുകൊണ്ടാ? നമ്മുടെ നിസ്കാരം കോൺസെൻട്രേറ്റഡ് ആയിട്ടില്ലാത്ത നിസ്കാരം അല്ലാത്തത് കൊണ്ടാണ്. ഫോക്കസ്ഡ് ആയിരിക്കണം, അല്ലെ? വലാ തകും മിനൽ ഗാഫിലീൻ വലാ തഖറബുസ് സ്വലാത വഅൻതും സുകാറാ ഹത്താ തഅലമൂ മാ തഖൂലൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരം ആ നാട്ടിലുള്ള ജനങ്ങളോടൊക്കെ കൽപ്പിച്ചു. ആ സമയത്ത് മദ്യപാനം ഹറാമാക്കിയിരുന്നില്ല, അല്ലെ? അവരൊക്കെ മദ്യപിക്കും. അങ്ങനെ ഒരുപാട് ആളുകൾ എന്താക്കും? മദ്യപിച്ചുകൊണ്ട്, മദ്യപാനം എന്ന് പറഞ്ഞാൽ അറബികൾക്ക് ആ ജാഹിലിയ കാലഘട്ടത്തിൽ അവരുടെ ഒരു വീക്ക്നെസ് ആയിരുന്നു. മദ്യപാനം ഇല്ലാത്ത ഒരു പരിപാടിയും അവർക്കില്ല, എന്ത് കാര്യത്തിനും മദ്യപാനമായിരുന്നു. അപ്പം അവർ മദ്യപിച്ചുകൊണ്ട് എന്താക്കുന്നു? വിശ്വാസികൾ തന്നെയാണ്, പക്ഷെ കള്ള് ഹറാമാക്കിയിട്ടില്ല. മദ്യപിച്ചുകൊണ്ട് നിസ്കാരത്തിലേക്ക് വരും. നിസ്കാരത്തിലേക്ക് വന്ന് കൈകെട്ടി കഴിഞ്ഞാൽ പറയും, പല കാര്യങ്ങളും ഇവിടെ ഇങ്ങനെ പറയും, പക്ഷെ അവർക്ക് എന്താണ് പറയുന്നത് അവർക്ക് തന്നെ ബോധ്യമില്ല. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതിയിട്ട് ഒരിക്കലും തീരാത്തൊരവസ്ഥയും, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅബുദു മാ തഅബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅബുദു വലാ അന ആബിദും മാ അബദതും വലാ അൻതും ആബിദൂന മാ അഅബുദു വലാ അന ആബിദു. പിന്നെ ഇതന്നെ. അപ്പൊ അവർക്ക് തന്നെ അറിയുന്നില്ല എന്താണ് ഓതുന്നത്. അപ്പൊ എത്ര പേരെ ഓതണം, ഇതിന് ശേഷമുള്ള ആയത്ത് എന്താണെന്നുള്ളതെന്ന് മനസ്സിലാവാത്തൊരു സ്ഥിതി വന്നപ്പോ അള്ളാഹു തആല ഫസ്റ്റ് ജസ്റ്റ് ഒരു പ്രൊഹിബിഷൻ അവിടെ നടത്തുകയാണ്. കള്ള് ഒറ്റയടിക്ക് നമുക്ക് നിർത്താൻ ഒരാളോട് പറഞ്ഞാൽ നടക്കൂല. പുകവലി ഒരാളോട് പെട്ടെന്ന് നിർത്താൻ പറഞ്ഞാൽ സാധിക്കുകയില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അതൊരു അഡിക്റ്റഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും മാറ്റാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് അവർ എത്തിപ്പെടും. അപ്പൊ എന്താണ് ഇതിനൊരു മാർഗം? ഘട്ടം ഘട്ടമായിട്ട് നിർത്തുക. അത് അള്ളാഹുവിന്റെ ആ ടെക്നിക്ക് നോക്കിയുടെ. ബഹുമാനപ്പെട്ട ജനങ്ങളെ, നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരുന്ന സമയത്ത് മദ്യപിക്കല്ലേ, നിസ്കാരത്തിലേക്ക് വരുന്ന സമയത്ത് മദ്യപിക്കല്ലേ, ഒരിക്കലും മദ്യപിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ എന്ത് സംഭവിക്കും? ഇതൊക്കെ വലിച്ചെറിഞ്ഞ് അവരുടെ വഴിക്കങ്ങ് പോകും. മദ്യപാനം ഇല്ലാത്ത ഒരു പരിപാടിക്ക് നമ്മളില്ല എന്ന് പറയും. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? അല്ലാഹു തആല വലാ തഖറബുസ് സ്വലാഹ് വഅൻതും സുകാറ, മദ്യപാനികളായ രീതിയിൽ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കല്ലേ എന്ന് പറഞ്ഞു. ഹത്താ തഅലമൂ മാ തഖൂലൂൻ, നിങ്ങൾക്ക് എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടണം. ഫാത്തിഹ ഓതുന്ന സമയത്ത് ഫാത്തിഹയാണ് ഓതുന്നത്, ഫാത്തിഹയിൽ ഉച്ചരിക്കേണ്ട അക്ഷരം ഇന്നതൊക്കെയാണ്. ഈ അക്ഷരങ്ങൾ അംസിന് പകരം ഐനായി പോയാൽ, ഐനിന് പകരം അംസായി പോയാൽ അവിടെ പിഴവ് വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഒരു ബോധ്യമുള്ള ഒരു അവസ്ഥയിലേക്ക്. അപ്പൊ ഇതിലും നമുക്ക് മനസ്സിലാക്കി, ഇതിൽ നിന്ന് നമുക്ക് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ സാധിക്കുന്ന എന്താണെന്നറിയോ? നിങ്ങൾ കൃത്യമായിട്ട് ഫാത്തിഹ പഠിച്ചിട്ടേ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ എന്ന് മനസ്സിലായിപ്പോ. എന്താ കാരണം? നമ്മൾ ഓതുന്ന കാര്യം നമുക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെടണം, സംശയം ഉണ്ടാവാൻ പാടില്ല. ഇല്ലേ, ഞാൻ ഓതുന്നത് ശരിയാണോ തെറ്റാണോ, ശരിയാണോ തെറ്റാണോ, പോട്ടെ അത് ശരി തന്നെ ആയിരിക്കും എന്ന രീതിയിൽ മേ ബി എന്ന ആ ക്ലോസ് ഉപയോഗിച്ചുകൊണ്ട് നിസ്കാരം നമുക്ക് നിർവഹിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? നിസ്കരിക്കുന്ന സമയത്ത് നാം ഓതുന്ന ഫാത്തിഹ ഇങ്ങനെ തന്നെയാണ് എന്ന് 100% നമുക്ക് ഉറപ്പ് വേണം. അങ്ങനെയാണ് നിസ്കരിക്കാൻ. മനസ്സിലായല്ലോ? ഇനി മറ്റൊരു അവസ്ഥ പറഞ്ഞു, അതായത് അതിന്റെ തഫ്സീർ. അതായത് ഒന്നാമത്തെ ഒരു തഫ്സീർ ഞാൻ പറഞ്ഞു, മദ്യപാനികളായിക്കൊണ്ട് ഒറിജിനൽ മദ്യപിച്ചുകൊണ്ട് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കില്ലേ എന്ന് പറഞ്ഞു.
അതിന് മറ്റൊരു തഫ്സീറിൽ നമുക്ക് കാണാം, സുഖാറ എന്ന് പറഞ്ഞാൽ, ഈ സുഖാറ എന്ന രീതിയിൽ എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? കസ്റത്തുൽ ഹമ്മി വൽ ഗമ്മി മിൻ ഹുബ്ബി ദുനിയ. എന്താണ്? നമ്മൾ രണ്ട് രീതിയിൽ നമ്മൾ സക്രാനായിട്ട് മാറും. ഒന്നെന്താണെന്ന് അറിയാം, സക്രാൻ എന്ന് പറഞ്ഞാൽ ഒരു മസ്ത് പിടിച്ച ആളായിട്ട് മാറും. ഒന്നുകിൽ നമ്മളൊരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മദ്യപാനം ഉണ്ടാവില്ല. ആ ഗെയിമിലായിക്കൊണ്ട് ആരെന്ത് വിളിച്ചാൽ പോലും നമുക്ക് കേൾക്കാത്ത ഒരു അവസ്ഥയിൽ നമ്മളെ ഗെയിമിൽ ഇങ്ങനെ മുഴുകി കിടക്കും. മറ്റൊന്ന്, നമ്മൾ ഒരു കാര്യം വായിക്കുകയാണ്, ഒരു കഥ വായിക്കുകയാണ്, നല്ല മനോഹരമായ ഒരു കഥ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഒരു നോവൽ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെന്ത് വിളിച്ചാലും നമ്മൾ പോവില്ല അല്ലെ? എത്ര പ്രധാനപ്പെട്ട സമയമാണെങ്കിൽ നമ്മൾ പോവില്ല. അത് എന്താണ്? അവൻ അതിൽ മസ്ത് പിടിച്ചിരിക്കുകയാണ്, ലയിച്ചിരിക്കുകയാണ്. അപ്പൊ അവന്റെ മനസ്സും ശരീരവും ബുദ്ധിയും ഒക്കെ അതിൽ അങ്ങ് പൂണ്ടി പിടിച്ചു. ഇതുപോലെ മദ്യപിച്ചു കഴിഞ്ഞാൽ അവൻ ലഹരിയിലാകുന്നത് പോലെ. അപ്പോൾ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ദുനിയാവുമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, പഠിച്ചോനെ എനിക്ക് ഇപ്പൊ ഇത് കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ ഇപ്പൊ കോള് വരുമല്ലോ, അപ്പൊ എന്തായിരിക്കും ചർച്ച ചെയ്യുന്നത്, ആ മീറ്റിംഗിൽ ഇന്നതായിരിക്കും പറയുന്നത്, ഇങ്ങനെ മനസ്സിങ്ങനെ കടന്ന് പല കാര്യങ്ങളിലും അങ്ങനെ കടന്നു പോകും. ഇനി കച്ചവടക്കാരനാണെങ്കിൽ, സൂപ്പർ മാർക്കറ്റിന്റെ മുതലാളിയാണെങ്കിൽ കൈ കിട്ടി കഴിഞ്ഞാൽ ഇന്ന് എത്ര രൂപയുടെ കച്ചവടം നടന്നിട്ടുണ്ടാവും, ഇപ്പൊ നിസ്കാരം കഴിഞ്ഞ പാടൊന്ന് വിളിച്ചു നോക്കണല്ലോ അല്ലെ? ഇങ്ങനെ നോക്കി ഇന്ന് ഒരു 10,000 ദിർഹത്തിന്റെ കച്ചവടം നടന്നിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് ഇന്ന് റാഹത്തായി. ഓക്കെ, അപ്പോഴത്തേക്ക് 2 റക്അത്ത് അങ്ങ് തീർന്നിട്ടുണ്ടാവും അല്ലെ? ഇനി അടുത്തത്, ഇനിയിപ്പോ അവനോട് ആ കച്ചവടത്തിന്റെ കണക്കെല്ലാം എഴുതിയിട്ട് എനിക്ക് അയക്കാൻ പറയണം, നിസ്കാരം കയറ്റി പോയി അയക്കാം. പിന്നെ ധൃതിയായി നിസ്കാരം, പിന്നെ നിസ്കാരം അങ്ങ് കഴിഞ്ഞു. അപ്പൊ എന്താണ്? ദുനിയാവുമായിട്ടുള്ള ഇടപാടിൽ അവന്റെ നിസ്കാരം ലയിച്ചു പോയി, അവനക്ക് നിസ്കാരത്തിൽ ഖുശൂ കിട്ടാത്ത ഒരു അവസ്ഥയായിട്ട് വന്നു. അതുകൊണ്ടാണ് പറയുന്നത്, നിസ്കാരത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് എല്ലാ ഹമ്മും, മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങളും, മനസ്സിനെ ബാധിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളും അതൊക്കെ തൽക്കാലം ഒന്ന് അവിടെ മാറ്റിവെക്കുക. എന്നിട്ട് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കൂ. മനസ്സിലായല്ലോ? അതാണ് വൽ മുറാദു ബിഹി ലാഹിറഹു ഫഫീഹി തംബീഹുൻ അലാ സഖരി ദുനിയ. അതായത് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് അറിയോ? ലാഹിർ കൊണ്ട് അർത്ഥമാക്കുന്നത് ദുനിയാവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതം ലയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭാഗം, ജോലിയുടെ ഏരിയ ആയാലും ശരി, നമ്മുടെ പിന്നെ നിത്യജീവിതത്തിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന മേഖലയായാലും ശരി, എന്തായാലും ശരി, അതിൽ നിന്നുള്ള ഒരു മനസ്സ് കട്ട് ചെയ്തിട്ട് വേണം. അതായത് അതിനോടുള്ള മനസ്സ് തൽക്കാലം കട്ട് ചെയ്ത് ആ ലഹരിയിൽ നിന്നും നാം മുക്തമായിട്ട് ഈ ലഹരിയിൽ നമുക്ക് എന്താക്കാം, മുഴുകാം, അള്ളാഹുമായിട്ടുള്ള ലഹരിയിൽ മുഴുകാം എന്ന രീതിയിലേക്ക് തിരിച്ചു വരണം. മനസ്സിലായല്ലോ? ഇനി മൻ സല്ലാ റകഅതൈനി, ശ്രദ്ധിക്കണേ, മൻ സല്ലാ റകഅതൈനി ലം യുഹദ്ദിസ് നഫ്സഹു ഫീഹിമാ ബിശൈഇൻ മിനദ് ദുനിയ. ഒരാൾ നിസ്കരിക്കാൻ കൈകെട്ടി, 2 റകഅത്തേ നിസ്കരിക്കുന്നുള്ളൂ എന്ന് കരുതുക, 2 റകഅത്ത് നിസ്കരിക്കാൻ വേണ്ടി ഒരാൾ കൈകെട്ടുന്നു, നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നു. കൈകെട്ടിയത് മുതൽ ദുനിയാവിന്റെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും അവനെ അലട്ടിയില്ല. ഹദീസുൻ നഫ്സ് എന്ന് പറയുന്നത് നാം നമ്മോട് തന്നെ സംസാരിക്കുക. ഉദാഹരണത്തിന്, നമുക്ക് ഒരാളോട് ഭയങ്കര ദേഷ്യമുണ്ട്, അയാളോട് അല്ലെങ്കിൽ നമുക്ക് ഒരാൾ പൈസ തരാൻ ബാക്കിയുണ്ട്, അയാൾ പറയുന്നു, ഇതാ നീ തൽക്കാലം ക്ഷമിക്ക് അല്ലെ, ഞാൻ നാളെ നിന്നെ കണ്ടുമുട്ടും, ഓക്കെ, ഞാൻ നാളെ നിനക്ക് തരാന്നൊക്കെ പറഞ്ഞു, നമുക്ക് ഇന്ന് തന്നെ പൈസ കിട്ടണം. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് എന്താണ് വരുന്നത്? അവനോട് ഇനി ഫോണിൽ ചാറ്റേണ്ടത് ഇന്ന രീതിയിലേക്ക് മെസ്സേജ് ആയിരിക്കണം, അവനോട് അങ്ങനെ പുട്ടാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിലാക്കും, നമ്മളോട് തന്നെ സംസാരിക്കുന്നുണ്ടാകും. ആ സംസാരമാണ് ഹദീസുൻ നഫ്സ് എന്ന് പറയുന്നത്. അപ്പോ ഒരാൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയും അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു ഹദീസുൻ നഫ്സും അവനെ അലട്ടിയില്ല ആ 2 റകഅത്തിലും. അങ്ങനെയാണെങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, എല്ലാ ദോഷങ്ങളും അവനക്ക് പൊറുക്കപ്പെട്ടു കഴിഞ്ഞു, മുൻകഴിഞ്ഞ മുഴുവൻ ദോഷങ്ങളും അവനക്ക് പൊറുക്കപ്പെട്ടു കഴിഞ്ഞു എന്നാണ്. എന്താ കാരണം? വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിസ്കാരം എന്ന് പറയുന്നത് കുറെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. എന്താണെന്നറിയോ? തവാദു, വളരെ വിനയം, നല്ലൊരു വിനയം, തളറു, ഒരു കീഴൊതുങ്ങൽ, സപ്ലിക്കേഷൻ എന്ന് പറയില്ലേ, ഒരു കീഴൊതുങ്ങൽ അല്ലെ, ഒരു ഒരു അണഞ്ഞു ചേരൽ, ഒരു ഷെൽട്ടറിങ്, അതായത് അള്ളാഹുവിലേക്കുള്ള ഒരു അണഞ്ഞു ചേരൽ. മാത്രമല്ല യദൈക, എന്നിട്ട് നീ അള്ളാഹു താലയുടെ മുമ്പിൽ കൈയൊക്കെ വെച്ച് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്നറിയോ? നമ്മൾ ഹിദായത്തിനെ ചോദിക്കലാണ്. എന്താണ് ഹിദായത്തിന് ചോദിക്കുന്നത്? എവിടെ ചോദിക്കുന്നത്? ഫാത്തിഹയിൽ അല്ലെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് എന്താ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതിനു മുമ്പ് അള്ളാഹുവേ നീ എല്ലാ കാരുണ്യവും ചെയ്യുന്ന ആളല്ലേ അല്ലെ, നിന്നെ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും നീ കാരുണ്യം ചെയ്യുന്നു. മാത്രമല്ല നീ ലോകത്തിന്റെ റബ്ബുൽ ആലമീനാണ്, നീയാണ് എല്ലാത്തിനെയും
സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നീയാണ്. മാത്രമല്ല നീയാണ് കാരുണ്യവാൻ. കാരുണ്യം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാരുണ്യം നീ ചെയ്യുന്നവനാണ്. മാത്രമല്ല ഖിയാമത്ത് നാൾ വരുന്നുണ്ട്. ആ സമയത്ത് നിനക്കല്ലേ എല്ലാ അധികാരവും ഉള്ളത് റബ്ബേ. പിന്നെ നിന്നെ മാത്രം നാം ആരാധിക്കുന്നു, നിന്നോട് മാത്രമേ നാം സഹായത്തിനെ തേടുകയും ചെയ്യുന്നുള്ളൂ. എന്നിട്ട് അവൻ ചോദിക്കുന്നു, പടച്ചോനെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഹിദായത്ത് നൽകണമേ. നമ്മൾ എന്താക്കും, ഒരു അറബിക്ക് പള്ളിക്ക് കത്തെഴുതും അല്ലെ, പൈസ കിട്ടാൻ വേണ്ടിയിട്ട്. എന്താണ്, നിങ്ങൾ ഒരുപാട് കാലമായിട്ട് പാവങ്ങളെ ഒരുപാട് ആളുകളെ സഹായിക്കുന്നവരാണെന്നൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്, നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്, അതിന് ഒരുപാട് തെളിവുണ്ട്. അതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനൊക്കെ ഞാൻ ഒരുപാട് ലെറ്റർ എഴുതി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒരുപാട് മഹത്വങ്ങൾ അള്ളാഹു തആല ചൊരിയട്ടെ. അപ്പോ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കും എന്നൊക്കെ പറഞ്ഞെന്താക്കുന്നു, ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്ന ഒരു അപ്ലിക്കേഷൻ ആണിത്, ഇത് നിങ്ങൾ സ്വീകരിക്കുമെന്ന് എല്ലാവിധ ഉറപ്പുമുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് നാം സബ്മിറ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെക്കും. അത് ദുനിയാവിലൊരു ഉദാഹരണമാണത്. മറ്റേത് അള്ളാഹു തന്നെ നമ്മോട് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞാലേ ഹിദായത്ത് തരൂന്ന്. മനസ്സിലായില്ലേ? എന്നെ നിങ്ങൾ പുകഴ്ത്തണം. കാരണം എന്താ, അള്ളാഹുവിന് അതിനുള്ള അധികാരവും അവകാശവും ഉണ്ട് ചോദിക്കാൻ. മനസ്സിലായില്ലേ? അപ്പോ നിങ്ങൾ എന്താക്കണം, ശൈത്താനെ തൊട്ട് അങ്ങ് മാറി നിൽക്കുക. എന്നിട്ട് എന്നെ ഇങ്ങനെ പുകഴ്ത്തുക, ഞാൻ റഹ്മാൻ റഹീം അല്ലേ, നിങ്ങൾ അംഗീകരിക്കണം. അംഗീകരിച്ചില്ലേ? അംഗീകരിച്ചു. എന്നിട്ടോ റബ്ബുൽ ആലമീനിലെ ഞാൻ, അതെ റബ്ബുൽ ആലമീൻ തന്നെയാണ്. നിങ്ങൾ എന്നോട് മാത്രമല്ലേ ചോദിക്കുന്നുള്ളൂ? അതെ റബ്ബെ, നിന്നോട് മാത്രമേ ചോദിക്കുന്നുള്ളൂ. എന്നെ മാത്രമല്ലേ ആരാധിക്കുന്നുള്ളൂ? അതാണ് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. എന്നാ പിന്നെ പിടിച്ചോ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഹിദായത്ത് അങ്ങ് പിടിച്ചോ എന്ന് പറയും. അപ്പൊ എന്താണ് ഹിദായത്ത്? വഴിപിഴിച്ചു പോയ ഒരുപാട് ആളുകളുണ്ട് അല്ലെ, മസീഹി, അതായത് പിന്നെ അള്ളാഹുവിന്റെ തൗഹീദിനെ തൊട്ട് പിന്നെ മാറിപ്പോയ ഒരു വിഭാഗം ആളുകളുണ്ട്. മാത്രമല്ല അള്ളാഹുവിന്റെ കോപത്തിന് പാത്രീഭൂതരായ ഒരു വിഭാഗം ആളുകളുണ്ട്. അതൊന്നും അല്ലാത്ത രീതിയിലുള്ള നല്ല പിന്നെ മുത്തഖീങ്ങളായ, സ്വഭാവികളായ, സന്മാർഗികളായ, അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അത് തുടങ്ങിയ മുഴുവൻ പ്രവാചകന്മാരും ഈ ലോകത്ത് നടപ്പിലാക്കിയ ആ തൗഹീദിന്റെ ആ മാർഗം, അതാണ് ഹിദായത്ത് എന്ന് പറയുന്നത്. മനസ്സിലല്ലേ? അപ്പൊ ഇതൊക്കെയാണ് നിസ്കാരത്തിലേക്ക് നമുക്ക് വേണ്ടത്. ആ പിന്നെ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സൽക്കർമ്മമാണ് നിസ്കാരം. ആ നിസ്കാരത്തിൽ അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടാണ് നാം ചോദിക്കുന്നത് ഹിദായത്ത് തരണേ. അപ്പൊ ഹിദായത്തിന്റെ പ്രാധാന്യം നിങ്ങൾ നോക്കിയാട്ട് എത്രയുണ്ടെന്നുള്ളത്. അങ്ങനെയുള്ള ഒരു ഹിദായത്തിലായിട്ടാണ് നമുക്ക് ജീവിക്കേണ്ടത്. അങ്ങനെയുള്ള ഹിദായത്തിലായിട്ടാണ് നമുക്ക് മരിക്കുകയും ചെയ്യേണ്ടത്. അതിൽ നിന്നൊക്കെ അവന്റെ ശരീരത്തെ തടഞ്ഞു നിർത്തുക എനിക്ക് വേണ്ടിയിട്ട്. അതായത് അവനക്ക് സാഹചര്യങ്ങൾ വന്നു, പക്ഷെ അവന്റെ സാഹചര്യം അവനെ അതിലേക്ക് തള്ളിവിട്ടില്ല. എന്താ കാരണം? ആ സമയത്ത് അള്ളാഹുവിനെ അവൻ ഓർത്തു. മാത്രമല്ല അവരുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫിർദൌസ് പോലെയാണ്. ഓക്കെ, സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ ഒരു മേഖലയാണ് ജന്നാത്തുൽ ഫിർദൌസ്. ആ ജന്നാത്തുൽ ഫിർദൌസ്, ആ ഫിർദൌസിന്റെ ഉദാഹരണം പോലെയാണ് ആ ജനങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾ, മനസ്സിലായില്ലേ? ലാ തൈബസ് അൻഹാറുഹ വലാ തതഗയ്യർ സിമാറുഹ. എന്താണ് ജന്നാത്തുൽ ഫിർദൌസിന്റെ പ്രത്യേകത? അതിന്റെ അരുവികൾ ഒരിക്കലും വറ്റുകയില്ല. അതിൽ കായ്ക്കുന്ന, അതിൽ നിന്നും ഉണ്ടാകുന്ന പഴവർഗ്ഗങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. എപ്പോഴും അതിന് സീസൺ ആയിരിക്കും. എന്നതുപോലെ അള്ളാഹുവിനെ പ്രത്യേകമായിട്ട് സ്മരിക്കുകയും അള്ളാഹുമായിട്ടുള്ള മുനാജാത്തിൽ പ്രത്യേകമായ രീതിയിൽ എല്ലാ ബന്ധങ്ങളും മുറിച്ചുകൊണ്ട് അള്ളാഹുമായി മാത്രം ബന്ധം പുലർത്തുന്ന ആളുകൾ, അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് മാത്രവുമല്ല, കുറേയുണ്ട്. അവർ അള്ളാഹുവിന്റെ മുമ്പിൽ എപ്പോഴും വിനയാന്വിതരായിരിക്കും. അവരുടെ പകലുകളെയും അവരുടെ ദിക്റിന്റെ സമയത്തും അള്ളാഹുവിന് മാത്രം മറ്റ് ബന്ധങ്ങളൊക്കെ, അള്ളാഹുവിന് വേണ്ടി മറ്റ് ബന്ധങ്ങളൊക്കെ മുറിക്കുന്നവരായിരിക്കും. ഞാൻ പറഞ്ഞെന്താ, അള്ളാഹുമായിട്ടുള്ള മുനാജാത്തിന്റെ സമയത്ത് അള്ളാഹുമായിട്ട് ലയിക്കുന്നവരായിരിക്കും. മാത്രമല്ല ഷഹവാത്തുകളെ തൊട്ട് അവന്റെ നഫ്സിനെ തടയുന്നവരായിരിക്കും. ഇനി അവർ വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകും. അതുപോലെ തന്നെ വഴിതെറ്റി വന്ന ആളുകള് ഒരിക്കലും അവർക്ക്, അതായത് ഒരു വിഭാഗം ആളുകള് ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അവർക്ക് താമസിക്കാൻ വീടില്ല, അവർക്ക് വളരെ ആത്മാർത്ഥമായിട്ട് അഭയം നൽകിയവർ. വയുർഹമുൽ മുസാബ്, പരിക്ക് പറ്റിയ ആളുകൾ, അതായത് മാനസികപരമായിട്ട് അല്ലെങ്കിൽ ശാരീരികപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയവരെ നാം എന്താക്കുന്നു, ശാരീരികമായി സാമ്പത്തികമായി എല്ലാം സഹായിക്കാനും നമുക്കൊരു അവസരം കിട്ടി. ഇങ്ങനെയുള്ള ആളുകൾ, അവരെ കുറിച്ച് അള്ളാഹു തആല പറയുന്നു, അവരുടെ
അവർ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് എന്തായാലും നൽകും. അവർ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ വിളിക്ക് ഞാൻ ഉത്തരം നൽകും. എന്നോട് നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അവർക്ക് അത് നൽകുക തന്നെ ചെയ്യും. അവർ എന്തെങ്കിലും ജഹ്ൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, അതായത് ഞാനുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ, തൽക്കാലം അവർ ചിലപ്പോൾ തെറ്റുപറ്റുമല്ലോ, മനുഷ്യരല്ലേ, അങ്ങനെയാണെങ്കിൽ ഞാൻ അവർക്ക് ഹെൽമിനെ നൽകും, അതായത് വിട്ടുവീഴ്ച നൽകും. മാത്രവുമല്ല വഫിൽ ഗഫ്ലത്തി ദിക്റ വഫിൽ ദുൽമത്തി നൂറ, അവർ ഗഫലത്തിലായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവർക്ക് പ്രത്യേകമായിട്ടുള്ള ദിക്റിനെ അവർക്ക് നൽകും. അതായത് ഞാൻ അവരെ ഓർത്തുകൊണ്ടിരിക്കും. കാരണം എന്താണെന്നറിയോ, അള്ളാഹു തആല ഇഷ്ടപ്പെട്ട ഒരുപാട് കർമ്മങ്ങൾ അവരുടെ ജീവിതത്തിൽ നടത്തുന്നുണ്ട്. എന്താണ്? യുതഇമുൽ ജാഇഅ, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. നമുക്ക് ശ്രദ്ധിക്കണം. നമ്മൾ സൂറത്തുൽ മാഊനിൽ കാണാം, സാഹൂൻ അല്ലദീന ഹും യുറാഊൻ വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. വിശക്കുന്ന ആളുകൾ, മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ അവൻ തയ്യാറായിട്ടില്ല. പക്ഷെ എല്ലാ സൽക്കർമ്മങ്ങളും അവൻ ചെയ്തിട്ടുണ്ട്, അവനിക്ക് സ്വർഗമില്ല. മനസ്സിലായില്ലേ? എല്ലാ കർമ്മങ്ങളും അവൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകാത്തത് കൊണ്ട് അവന്റെ സ്വർഗം അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഖുർആൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ ഒരുപാട് സൂറത്തുകളിൽ അല്ലാഹു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആവശ്യക്കാർക്ക് നാം സഹായം നൽകുക എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു തആല ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അവൻ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു തആല സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസ് കൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്യും. ആ ജന്നാത്തുൽ ഫിർദൗസിന്റെ പ്രത്യേകത എന്താണ്? അതിലെ അരുവികൾ ഒരിക്കലും വറ്റുകയില്ല. അതിലുള്ള പഴവർഗ്ഗങ്ങൾ, അതിന്റെ സിമാറുകൾ ഒരിക്കലും നഷ്ടപ്പെടാതെ എപ്പോഴും അവനെയും തേടി അവനിക്ക് എപ്പോഴും അവന്റെ അടുത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കും. അല്ലെ? സൂറത്ത് റഹ്മാനൊക്കെ അള്ളാഹു വളരെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി ويروى عن حاتم الأصم رضي الله عنه أنه سئل عن صلاته. ഹാത്തമുൽ അസം റളിയല്ലാഹു തആല അൻഹു, ഒരു ചരിത്രമാണിത്, ശരിക്കും ശ്രദ്ധിക്കണം. ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. എന്താണെന്നറിയോ? തൊട്ട് പറയുന്നു, അദ്ദേഹത്തിന്റെ നിസ്കാരത്തെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം പറയും, ഇദാ ഹാനത്തിസ് സ്വലാത്തു അസ്ബഗത്തുൽ വുളൂ, നിസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ വുളൂഇനെ ഞാൻ പൂർത്തിയാക്കിയെടുക്കും. വുളൂ എടുക്കും എന്നല്ല പറഞ്ഞത്, വുളൂഇനെ അതിന്റെ ഏറ്റവും പരിപൂർണമായ രീതിയിൽ ഞാൻ വുളൂ എടുക്കും. വഅതൈതുൽ മൗദിഅ അല്ലദീ ഉരീദു സ്വലാത ഫീഹി, ഞാൻ എവിടെയാണോ നിസ്കരിക്കേണ്ടത് ആ നിസ്കാരത്തിന്റെ സ്ഥലത്തേക്ക് പിന്നെ ഞാൻ പോകും. എന്നിട്ട് ഫഅഖഉദു ഫീഹി, അവിടെ ഞാൻ കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കും. ഹത്താ തജ്തമിഅ ജവാരിഹി, എൻ്റെ ശ്രദ്ധ മുഴുവനും ഈ ഒരു പ്രത്യേക ഫോക്കസ്ഡ്, അതായത് ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നത് വരെ ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കും. എന്താണ്? എൻ്റെ കൈയിനെ കുറിച്ച് ഞാൻ ആദ്യം ചിന്തിക്കും. എൻ്റെ കൈ എന്നിലേക്ക് വന്നോ? വന്നു. എൻ്റെ കണ്ണ് എന്നിലേക്ക് വന്നോ? വന്നു. ഹൃദയം എന്നിലേക്ക് വന്നോ? ഇങ്ങനെ തുടങ്ങി ഓരോ അംഗത്തെയും അദ്ദേഹം എന്താക്കും? പ്രത്യേക ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പോയിന്റിൽ അവിടെ നിർത്തും. എന്നിട്ട് തുമ്മ അഖൂമു ഇലാ സ്വലാത്തി, അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞാൻ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കും. പിന്നെ ഞാൻ മഹത്തായ കഅബയെ എന്റെ മുന്നിലേക്ക് ഞാനിത് സങ്കല്പിക്കുകയാണ്. എന്റെ രണ്ട് പുരികത്തിന്റെ ഇടയിൽ നിന്ന് പറഞ്ഞാൽ എന്റെ രണ്ട് കൺമുന്നിൽ കഅബയുള്ളതായിട്ട് ഞാൻ ഇത് സങ്കല്പിക്കുകയാണ്. സിറാത്ത് പാലം എന്റെ കാലിന്റെ അടിയിലാണുള്ളത്. ഇപ്പൊ ഞാൻ ചിന്തിക്കും, മനസ്സിലല്ലേ? സിറാത്ത് പാലം എന്റെ കാലിന്റെ അടിയിലാണ്. മാത്രമല്ല ഖിബ്ല എന്റെ കൺമുമ്പിലാണ്. ഇനി വൽ ജന്നത്തു അൻ യമീനി വന്നാറു അൻ ശിമാലി, സ്വർഗം എന്റെ വലതുഭാഗത്തുണ്ട്, നരകം എന്റെ ഇടതുഭാഗത്തുമുണ്ട്. വ മലക്കുൽ മൗതി മിൻ വറായി, ബഹുമാനപ്പെട്ട അസ്രായിൽ അലൈഹിസ്സലാം എന്റെ തൊട്ട് പിന്നിലുണ്ട്, റൂഹ് പിടിക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ കരുതും പിന്നെ ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണ്, ഇനി ഇതിനു ശേഷം എനിക്കൊരു നിസ്കാരവുമില്ല. അവസാനത്തെ നിസ്കാരം ഒരാൾ എങ്ങനെ നിർവഹിക്കും? തൂക്കുമരത്തിലേക്ക് എടുക്കപ്പെട്ട ഒരാളോട് പറയുന്നു അവസാനത്തെ ആഗ്രഹം എന്താ? 2 റക്അത്ത് നിസ്കരിക്കണം. ആ സമയത്ത് അവനിക്കുണ്ടാകുന്ന ഒരു ആത്മാർത്ഥതയും അവനിക്കുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസവും അള്ളാഹുവിലേക്ക് അണഞ്ഞു ചേരലും അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഭയഭക്തിയും ഖുശൂഉം എപ്രകാരമാണോ അപ്രകാരം ആയിരിക്കും എന്റെ നിസ്കാരം. ഇത് അവന്റെ അവസാനത്തെ നിസ്കാരമാണ്. പിന്നെ സുമ്മ അഖൂമു ബൈന റജാഇ വൽ ഖൗഫി,
പിന്നെ ഞാൻ ഹൗഫിന്റെയും റജാഇന്റെയും ഇടയിൽ ഞാൻ ഇങ്ങനെ നിൽക്കും. ഹൗഫ് റജ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു എന്റെ നിസ്കാരമൊക്കെ സ്വീകരിക്കും ഇൻഷാ അള്ളാഹ് എന്നുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു അവസ്ഥ, ഒരു റജാ, ഒരു പ്രതീക്ഷ, അള്ളാഹു എന്നെ സ്വീകരിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ. വൽ ഹൗഫി, ഇനി അഥവാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു, ഇനി അള്ളാഹു സ്വീകരിച്ചില്ലെങ്കിൽ എന്തായിരിക്കും എന്റെ അവസ്ഥ എന്നുള്ള പേടിയും. ആ രണ്ട് ഹൗഫിന്റെയും റജായിന്റെയും ഇടയിലായിരിക്കണം ഒരാളുടെ ജീവിതം എന്നാണ്. എന്താ കാരണം? നമ്മൾ ഇബാദത്തൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രതീക്ഷ ഉണ്ടാവും. ഓ, ഇതൊക്കെ അള്ളാഹു സ്വീകരിച്ചു, ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടു, എനിക്ക് ഒരുപാട് അമലുകളുണ്ട്, ഞാൻ ഇത്ര അമലുകളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ അള്ളാഹു സ്വീകരിച്ചു എന്നുള്ള ഒരു ആത്മവിശ്വാസം. അത് ഓവർ കോൺഫിഡൻസ് ആയി പോയി. അതൊരിക്കലും പറ്റില്ല. ഇനി ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം? അള്ളാഹു സ്വീകരിച്ചില്ലെങ്കിൽ എന്താ ഇതിനെക്കൂടെ ഉപകാരം? പിന്നെ എന്തിനാ ചെയ്യുന്നത് എന്നുള്ള ഒരു നെഗറ്റീവ് മെന്റാലിറ്റി, അതും പറ്റൂല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നാം ഇബാദത്തുകളൊക്കെ ചെയ്യുക, എന്നിട്ട് അള്ളാഹു റജാ വെക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഇതൊക്കെ സ്വീകരിക്കും ഇൻഷാ അല്ലാഹ് എന്നുള്ള ഒരു പ്രത്യേകമായ റജാ നമ്മുടെ മുന്നിൽ കാണുക. നമ്മുടെ ഇബാദത്ത് മറ്റുള്ളവരുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മനസ്സിലല്ലേ? എൻ്റെ ഒരാൾ എന്നോട് പറഞ്ഞു, ഞാന് തൽക്കാലം അത്യാവശ്യം ഞാൻ 5 വഖത്ത് നിസ്കരിക്കുന്നുണ്ടല്ലോ, അയാൾ കളി നോക്കിയാട്ടെ, 5 വഖത്ത് പോയിട്ട് ഒരു വഖത്ത് പോലും അയാൾ നിസ്കരിക്കുന്നില്ല. ആടെന്താക്കി? ഇദ്ദേഹത്തിന്റെ അമലും അയാളുടെ അമലും തമ്മിൽ കമ്പയർ ചെയ്തു. ഇദ്ദേഹം തന്നെ തീരുമാനിക്കുന്നു, ഞാൻ 5 വഖത്ത് നിസ്കരിക്കുന്ന ആളാണ്, ഞാൻ രക്ഷപ്പെടും, അദ്ദേഹം നിസ്കരിക്കാത്ത ആളാണ് രക്ഷപ്പെടില്ല എന്നുള്ള ഒരു അനുമാനം അദ്ദേഹം തന്നെ ഇവിടുന്ന് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പൊ അതോടുകൂടി എന്താ സംഭവിക്കുന്നറിയോ? ഈ അമലുകളൊക്കെ മുഴുവൻ എടുത്തിട്ട് അദ്ദേഹത്തിന് കൊടുക്കുന്നു, അദ്ദേഹത്തിന്റെ മുഴുവൻ തെറ്റും ഇവനിലേക്ക് വരുന്നു. അപ്പൊ ഒരിക്കലും ഒരാളെ കുറിച്ചും ഒരു തരത്തിലുമുള്ള ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവാൻ പാടില്ല. ഇസ്ലാമിന്റെ ഏറ്റവും പൊതു തത്വം തന്നെ അതല്ലേ, വലാ തജസ്സസു വലാ യഗ്തബ് ബഅദുകും ബഅദാ. നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ ചെയ്യുന്നുണ്ടോ, ആ ചെയ്തതിൽ ഭയഭക്തി ഉണ്ടോ, ഇഹ്സാനുണ്ടോ, ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? അതായത് നമ്മൾ ചെയ്യേണ്ടത് എന്താ? ബാഹ്യമായിട്ട് ലാഹിറായിട്ട് ചെയ്യുന്ന കാര്യം മാത്രം നോക്കുക. അദ്ദേഹം ചെയ്യുന്നുണ്ട്, ഓക്കെ, മതി, അത്രേ നമുക്ക് കിട്ടേണ്ടുള്ളൂ. ഇനി അദ്ദേഹത്തിന് നിങ്ങളെ ബോധിപ്പിക്കണമെന്നുള്ള യാതൊരു നിർബന്ധവും ഇല്ല ഇവിടെ. ബോധിപ്പിക്കുക അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് നാം ചെയ്യുന്ന കർമ്മങ്ങൾ ഒരിക്കലും മറ്റുള്ളവർ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്നു അദ്ദേഹം ചെയ്യുന്നില്ല എന്ന് കമ്പയർ ചെയ്ത് ഞാൻ നല്ല ആളും അദ്ദേഹം മോശമാളും ഒരിക്കലും ചെയ്തു പോകരുത്. എന്താ സംഭവിക്കുന്നത്? അങ്ങനെ ചിന്ത വരലോടുകൂടി ഞാൻ മോശക്കാരനും അദ്ദേഹം ഉയർന്ന ആളുമായിട്ട് മാറി. അള്ളാഹു പറയുന്നു, എന്നാ പിന്നെ പോട്ടെ, നീ ഇത്ര കാലം ചെയ്തില്ലേ, അമലുകളൊക്കെ അദ്ദേഹത്തിന് കൊടുത്തേക്ക്, നിന്റെ മനസ്സ് അങ്ങനെയാണെങ്കിൽ എനിക്ക് അങ്ങനെയുള്ള മനസ്സിന്റെ ഒരു ഉടമയുടെ ഇബാദത്ത് എനിക്ക് വേണ്ട. മറ്റുള്ള ആളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് പറയോ? അത് ശ്രദ്ധിക്കണം. മറ്റുള്ള ആളുടെ അവസ്ഥ എന്ന് പറയുന്നത്, പടച്ചോനെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ റബ്ബേ, എനിക്ക് ഇൽമില്ലല്ലോ, എനിക്ക് അമലില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യും അല്ലെ? എങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ അദ്ദേഹത്തിന് ഒരു സെക്കൻഡ് വന്നാൽ അത് മതി. നമ്മൾ ഈ ദുനിയാവില് 24 മണിക്കൂറും വിവാദത്തിലായിട്ട് 60 കൊല്ലം വർക്ക് ചെയ്തതിന് ഒരു അവസ്ഥ മതി. അതുകൊണ്ട് നമ്മൾക്ക് അങ്ങനെ ആകണമെന്നല്ല അർത്ഥം. മനസ്സിലായില്ലേ? അങ്ങനെ ആവണമെന്നല്ല. നമ്മൾ ഇൽമ കിട്ടേണ്ട സമയത്ത് ഇൽമ കിട്ടണം, അമല് ചെയ്യേണ്ട സമയത്ത് അമല് ചെയ്യണം, ആത്മാർത്ഥതയോടുകൂടി അമലുകളിലേക്ക് ലയിക്കണം. എന്നിട്ട് അള്ളാഹുവിനോട് ഖൗഫും റജാവും വെച്ച് ദുആ ചെയ്യണം. അതുകൊണ്ട് നമ്മുടെ അമലുകൾ വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ അമൽ ഒരിക്കലും തൂക്കാൻ ശ്രമിക്കരുത്. അത് വലിയ പ്രശ്നമായിട്ട് മാറും അല്ലെ? സൂറത്ത് ഹുജറാത്തിൽ അള്ളാഹു തആല സ്ത്രീകളെ കുറിച്ച് പറഞ്ഞു, യാ നിസാ, സ്ത്രീകളെ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണെന്നറിയോ? കാരണം അള്ളാഹുവിന് മുൻകൂട്ടി അറിയാലോ, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനെ അറിയാലോ. അള്ളാഹു തആല സ്ത്രീകളെ കുറിച്ച് പറഞ്ഞത് എന്താ? സ്ത്രീകള് എന്നൊരു വിഭാഗം, ആ വിഭാഗത്തിനെ കുറിച്ച് പറയുമ്പോ അവര് മറ്റു സ്ത്രീകളെ കുറിച്ച് എപ്പോഴും മോശമായിട്ടേ ചിന്തിക്കൂ. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ കുറിച്ച് മോശമായിട്ട് മാത്രമേ ചിന്തിക്കൂ. അങ്ങനെ ചിന്തിച്ചാൽ എന്താ കാരണം എന്ന് പറയോ? അങ്ങനെ ചിന്തിക്കാൻ എന്താ പ്രശ്നം എന്ന് പറയോ? അള്ളാഹു താല പറയുന്നു, നിങ്ങൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് സ്ത്രീയെ കുറിച്ചാണോ ചിന്തിച്ചത് ആ സ്ത്രീ നിങ്ങളെക്കാൾ നല്ലവരാണ്. അള്ളാഹു പറയുന്നു, മോശമായിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവര് നിങ്ങളെക്കാളും നല്ലവരാണ്. അതുകൊണ്ട് നാം നമ്മുടെ അമൽ നമുക്ക് മാത്രം, വേറൊരാൾക്കും കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവരുത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ അമൽ നമുക്ക് കിട്ടണം എന്ന് പറയുമ്പോൾ എന്താണ്? അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം, അതിനു വേണ്ടിയുള്ള മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാവണം. അപ്പൊ ഒരു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുമ്പോഴേക്ക് അൽഹംദുലില്ലാഹ് ഞാൻ ഇതൊക്കെ നിന്റെ മുമ്പിൽ നിസ്കരിക്കുന്നുണ്ടല്ലോ, പിന്നെ അവന്റെ ചിന്ത എന്തായിരിക്കും അറിയോ? അള്ളാഹു, അതായത് ഇവനെ ഉടമയും അള്ളാഹു അടിമയും പോലെ. കാരണം എന്താ? ഞാൻ തഹജ്ജുദ് എണീറ്റ് നിസ്കരിക്കുന്നു, അപ്പോ ഇതൊക്കെ എന്റെ ഔദാര്യമായിട്ട് അള്ളാഹുവിന് കൊടുക്കുന്നതാണെന്നുള്ളൊരു ചിന്ത. മനസ്സിലായി? അതൊന്നും ഒരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹമാണല്ലോ. ഏത് സമയത്ത് നിസ്കരിക്കാൻ എണീച്ചു കഴിഞ്ഞാൽ തഹജ്ജുദ് ആണെങ്കിലും ശരി, അൽഹംദുലില്ലാഹ് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ അള്ളാഹു നമുക്ക് നൽകിയല്ലോ എന്നുള്ള
ഒരു ചിന്ത നമുക്കുണ്ടാവണം. അവിടെയാണ് പ്ലസ് പോയിന്റ്. ഇനി മറ്റൊരു വ്യക്തിയെ കുറിച്ച് പറയുന്നു. ബഹുമാനപ്പെട്ട അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിലൂടെ പറഞ്ഞു, ബഹുമാനപ്പെട്ട അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു വ്യക്തി എന്താക്കുന്നു, 24 മണിക്കൂറും അമലുകളിലായിട്ട് ലയിച്ചിങ്ങനെ തീർക്കുന്നു. അങ്ങനെ അവനക്ക് ഭയങ്കര അഹങ്കാരം, ഞാൻ 24 മണിക്കൂറും ഇബാദത്തിൽ നിൽക്കുന്ന ആളാണ്. അയാൾ എന്താ എന്നോട് അങ്ങനെ സംസാരിച്ചത്, അദ്ദേഹം എന്താ എന്നോട് അങ്ങനെ പെരുമാറിയത്, അതൊന്നും ഇവിടെ വിഷയമല്ല. ഇനി മറ്റേ വ്യക്തി എന്താക്കുന്നു, ചിലപ്പോൾ അതവുകേട് കൊണ്ടല്ല, അറിവില്ലായ്മ കൊണ്ട് പെരുമാറിപ്പോയതായിരിക്കും. അദ്ദേഹം രാത്രി എണീച്ച് പറയുന്നു, പഠിച്ചോനെ എനിക്ക് അങ്ങനെയുള്ള ഒരു അവസ്ഥ ഇല്ലല്ലോ റബ്ബേ, എനിക്ക് ഇൽമില്ല, എനിക്ക് രാത്രി എണീച്ച് നിസ്കരിക്കാൻ കഴിയുന്നില്ല, എന്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി, എന്നെ കൊടുത്തു തരണേ. അള്ളാഹുവിന് അതാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ഇദ്ദേഹത്തിന്റെ, അതായത് ഒരു വ്യക്തി ചെയ്യുന്ന അമലുകൾ അവനിക്ക് വലുതായി തോന്നുന്നുണ്ടെങ്കിൽ, അവനിക്ക് തന്നെ വലുതായി തോന്നുന്നുണ്ട്, മറ്റൊരു വ്യക്തി അമല് ചെയ്യുന്നില്ല, അവനിക്കത് ചെറുതായി തോന്നുന്നുണ്ടെങ്കിൽ, ആ ചെറുതായി തോന്നുന്ന അവസ്ഥയാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ഒരു ചരിത്രം പറയാം. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായി. എന്താണെന്നറിയോ? ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാം ഒരു ദിവസം ഇരിക്കുന്ന സമയത്ത് ഒരു വഹി വരുന്നു, മൂസ, ഇന്ന സ്ഥലത്ത് ഒരു വ്യക്തി മരണപ്പെട്ട് കിടക്കുകയാണ്, അദ്ദേഹം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മരണാനന്തര കർമ്മങ്ങൾ എല്ലാം നീ വളരെ കൃത്യമായി കൊണ്ട് നിർവഹിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാം കുറച്ച് ആളുകളെയും കൂട്ടി ഇങ്ങനെ നടന്നു. ആ പറയപ്പെട്ട സ്ഥലത്ത് പോയി നോക്കുമ്പോൾ ഒരു മനുഷ്യനെന്താ മരിച്ചു കിടക്കുകയാണ്. അങ്ങനെ ആളുകളൊക്കെ പറഞ്ഞു, ഇദ്ദേഹം മരിച്ചാ? ഓ, എങ്ങനെയായിരുന്നു ജീവിതം, കള്ളു കുടിച്ച് തെറ്റുകളിലായിട്ട് കംപ്ലീറ്റ് ജീവിതം തൊലഞ്ഞൊരു മനുഷ്യനാണല്ലോ. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് പറയുന്നു, പഠിച്ചോനെ, ഈ വ്യക്തിയാണോ നീ പറഞ്ഞത്, വല്ല വേറെ ഏതെങ്കിലും വ്യക്തി ഉണ്ടോ, നിനക്ക് ഇഷ്ടപ്പെട്ട വ്യക്തി എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ ജീവിതം നോക്കുന്ന സമയത്ത് യാതൊരു വിധത്തിലുള്ള സൽക്കർമ്മങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, പിന്നെ എങ്ങനെയാണ് നിനക്ക് പ്രിയപ്പെട്ടവനായത്? അത് അള്ളാഹുവിന്റെ വഹി വരികയാണ്, മൂസ, അദ്ദേഹം ജീവിക്കുന്ന സമയത്ത് വളരെയധികം തെറ്റുകുറ്റങ്ങളിൽ ഏർപ്പെട്ട് ജീവിച്ച ആളായിരുന്നു. പക്ഷെ രാത്രി ആയിക്കഴിഞ്ഞാൽ, രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത്, രാത്രി മുഴുവൻ, പകൽ സമയത്ത് നിങ്ങളുടെ മുമ്പിൽ തെറ്റുകാരനാണ്, പക്ഷെ രാത്രി നിങ്ങളെല്ലാം ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യുന്നു അറിയോ? എന്നിലേക്ക് 2 കൈ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യും. എന്താ ദുആ ചെയ്യുന്നത്? പടച്ചോനെ, ഞാൻ പകൽ സമയത്ത് മുഴുവനായിട്ടും ദോഷങ്ങൾ എങ്ങനെ ചെയ്ത് ദോഷങ്ങളിൽ ലയിച്ചു പോയി, പക്ഷെ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, നീ എന്നെ ഇഷ്ടപ്പെടും, കാരണം ഞാൻ നിന്നെയും നിന്റെ പ്രവാചകനെയും ഇഷ്ടപ്പെടുന്നു. എനിക്കതിന് സാധിക്കാത്തത് കൊണ്ടാണ്, എന്റെ ബലഹീനത കൊണ്ട് എനിക്കതിന് സാധിക്കുന്നില്ല. മാത്രമല്ല, നീ പരലോകത്തെ കുറിച്ച് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് എനിക്ക് ആലിമീങ്ങളെ, ഇൽമ് പറഞ്ഞു കൊടുക്കുന്ന പണ്ഡിതന്മാരെ എനിക്ക് വളരെ ഇഷ്ടമാണ്. അതുപോലെ പാവങ്ങൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിനോട് എപ്പോഴും മൂസ അദ്ദേഹം എന്നോട് എപ്പോഴും പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ കഴിവില്ലായ്മ, ബലഹീനത ഞാനുമായിട്ട് ഷെയർ ചെയ്യും. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെതാ മുഴുവൻ ദോഷങ്ങളും പുറത്തു കൊടുത്തിരിക്കുന്നു. അദ്ദേഹം എന്നിലേക്ക് ഇഷ്ടപ്പെട്ടവനാണ്. അതുകൊണ്ട് അദ്ദേഹം തന്നെയാണ് ഞാൻ നിനക്ക് ഇപ്പോ വഹി അറിയിച്ചു തന്നിരിക്കുന്ന ആ മനുഷ്യൻ തന്നെയാണ്, നിങ്ങൾ കണ്ടുമുട്ടിയ മനുഷ്യൻ തന്നെയാണ് എന്നിലേക്ക് ഇഷ്ടപ്പെട്ട മനുഷ്യൻ. അതുകൊണ്ട് ഒരു മനുഷ്യനെയും ലാഹിർ നോക്കിയിട്ട് നാം ഒരിക്കലും വിലയിരുത്തുകയോ അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. അപ്പൊ ബഹുമാനപ്പെട്ട് പറയുന്നതാണ്, ഞാൻ അങ്ങനെ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഖൗഫിലും റജായിലുമായി കൊണ്ടായിരിക്കും ഞാൻ നിൽക്കുന്നത്. അതായത് അള്ളാഹുവിലേക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്, പക്ഷെ അള്ളാഹുവിന് കൂടുതൽ ഭയവുമുണ്ട്. പിന്നെ ഞാൻ എന്താക്കും? അക്ബറു തക്ബീറൻ വ ഉകബ്ബിറു തക്ബീറൻ, ഞാൻ തക്ബീർ കെട്ടും, അല്ലാഹു അക്ബർ എന്ന് പറയും. ബി തഹ്ഖീഖിൻ, ആദ്യം എനിക്ക് യാതൊരു സംശയവും അതിലില്ല, തഹ്ഖീഖ് ആയിക്കൊണ്ട് അള്ളാഹു തന്നെയാണ് എല്ലാത്തിനേക്കാളും ഉന്നതൻ, മഹത്തായവൻ, മഹത്വമുള്ളവൻ എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തക്ബീർ അങ്ങ് കിട്ടും. എന്നിട്ട് നല്ല മട്ടത്തിൽ വളരെ മനോഹരമായിട്ട് ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യും. വളരെ വിനയത്തോടുകൂടി, വിനയാന്വിതനായിക്കൊണ്ട് റുകൂഇലേക്ക് ഞാൻ അങ്ങ് പോകും. വളരെ ഖുശൂഉള്ള, ഭയഭക്തിയുള്ള ആളായിക്കൊണ്ട് സുജൂദിൽ ഞാൻ ഇങ്ങനെ കിടക്കും. പിന്നെ ഞാൻ ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരിക്കും. ഇടത് കാലിന്റെ പുറംകാലിന്റെ മേൽ ഞാൻ എന്താക്കും? കാല് ഭൂമിയിലെ, ഇടത് കാലിന്റെ പുറം ഭാഗം ഭൂമിയിലേക്ക് ചേർത്ത് വെച്ച് തവറുക്കിന്റെ ഇരുത്തം ഇരിക്കും ഞാൻ. പിന്നെ ഞാൻ എൻ്റെ ഈ കാല്, അതായത് വലത് കാല് കുത്തിവെക്കും. എന്നിട്ടോ
2 റക്അത്ത് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് മനസാന്നിധ്യത്തോടു കൂടി ഞാൻ അങ്ങ് നിസ്കരിക്കും. എന്നിട്ടോ മറ്റ് ആളുകൾ എന്നോട് എന്ത് പറഞ്ഞാലും ഞാനത് കേൾക്കും. എനിക്ക് കേൾക്കാനുള്ള ശക്തി അപ്പോൾ നഷ്ടപ്പെട്ടു. അല്ലെ, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു യുദ്ധത്തിൽ ശക്തമായ അമ്പയത്തിൽ ആക്രമിക്കപ്പെട്ടു. അങ്ങനെ അമ്പ് അദ്ദേഹത്തിന്റെ പുറത്ത് തുളച്ചു കയറി. അപ്പോൾ അത് വലിച്ചെടുക്കുന്ന സമയത്ത് ഹാർട്ട് അടക്കം പുറത്തേക്ക് വരുന്ന ഒരു ഭീകരമായ ഒരു അവസ്ഥ. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, ഭയങ്കര വേദനയുണ്ട്, ഞാൻ 2 റക്അത്ത് നിസ്കരിക്കട്ടെ, നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ പുറത്ത് വലിച്ചോ എന്ന് പറഞ്ഞു. അദ്ദേഹം ബഹുമാനപ്പെട്ടവർ അങ്ങനെ എന്തായി, നിസ്കരിക്കാൻ വേണ്ടി കൈ കെട്ടിയപ്പോ സഹാബികൾ അതാ വലിച്ചെടുക്കുന്നു. യാതൊരു വിധത്തിലുമുള്ള ഒരു വേദനയും അദ്ദേഹത്തിന് അനുഭവപ്പെട്ടില്ല. അതാണ് നിസ്കാരം. അങ്ങനെ നിസ്കരിക്കുന്നത്. നമ്മളൊക്കെ എന്റെയൊക്കെ നിസ്കാരം എന്ന് പറയുന്നത് ഞാൻ ഈ പറയാന്ന് മാത്രമേ ഉള്ളൂ, മനസ്സിലായില്ലേ? നിസ്കരിക്കാൻ ഇങ്ങനെയൊക്കെ നിസ്കാരം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നല്ലതാണ്. അത് അമ്പ് ആരമേത്ത തർശത് സാഹിബിന്റെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഇനി അതിന് എതിരുണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ സ്വീകരിക്കും. കാരണം അങ്ങനെയാണ് എന്റെ ബലമായ അഭിപ്രായം. അഭിപ്രായപ്പെട്ട പ്രകാരം പറഞ്ഞതാണ്. നിസ്കരിക്കുന്നവർക്ക് നരകമുണ്ട് എന്ന് പറഞ്ഞു. എങ്ങനെ നിസ്കരിക്കുന്നവർക്കാണ് നരകം? അവർ നിസ്കാരത്തെ അതിന്റെ സമയത്തെയും തൊട്ട് പിന്തിക്കുന്നവരായിരിക്കും. ചില സ്ത്രീകൾ ഉണ്ടാവും, പൊതുവെ നമുക്ക് കാണാറുണ്ട്, സ്ത്രീകൾ ഉണ്ടാവും, പുരുഷന്മാരുണ്ടാവും. എന്താ സംഭവിക്കാന്ന് പറയോ, അവര് എന്തെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടവരാണെങ്കിൽ, അതായത് അത്യാവശ്യ പണിയൊന്നും ആയിരിക്കില്ല, തൽക്കാലം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയിൽ നിന്നും ഒന്ന് കുളിച്ചിട്ടൊക്കെ കയറണം. കുളിച്ച് കയറി കഴിഞ്ഞാൽ പിന്നെ ആ പണി തുടർന്ന് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. അപ്പോ ഒറ്റയടിക്ക് ആ കുളിയോട് കൂടി നിസ്കാരവും അസ്റും ദുഹറൊക്കെ ഏതാണ്ട് ഒന്നിപ്പിച്ച് നിസ്കരിക്കാം എന്നുള്ള രീതിയിൽ അതും ഈ കൂട്ടത്തിൽപ്പെടും. അതിന്റെ തഫ്സീൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വൈലുല്ലിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീനഹും യുറാഊൻ. അവർ എന്താണ് നിസ്കാരത്തിന്റെ സമയത്തെ തൊട്ട് പിന്തിക്കുന്നവരായിരിക്കും. മാത്രമല്ല യുറാഊൻ, ജനങ്ങൾ കാണാൻ വേണ്ടി നിസ്കരിക്കുന്നവരായിരിക്കും. ജനങ്ങൾ കാണണം, ഞാൻ അവ്വൽ വഖത്ത് നിസ്കരിക്കുന്ന ആളാണ്, ഞാൻ നിസ്കരിക്കുന്ന ആളാണ്, എല്ലാവരും കാണട്ടെ, പണിന്റെ തിരക്കിലായാൽ പോലും ഞാൻ നിസ്കാരത്തെ കൈവിടാത്തവരാണെന്നൊക്കെ എല്ലാവരും കാണട്ടെ എന്ന് പറഞ്ഞ് നിസ്കരിക്കുന്നവർക്കും നരകമാണ്. അങ്ങനെ നിസ്കാരം അള്ളാഹ്ക്ക് വേണ്ട. അള്ളാഹ്ക്ക് നിസ്കാരം കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല, മനസ്സിലായി? ഇതൊക്കെ നമുക്ക് തന്നെ തിരിച്ചു തരാനുള്ളതാണ്. നമുക്ക് ഒരുമിച്ച് കൂട്ടുന്നത് നമുക്ക് തന്നെ തിരിച്ചു തരാനുള്ള അമലുകളാണ്. പിന്നെ പറഞ്ഞു അല്ലദീനഹും യുറാഊൻ വയംനഊനൽ മാഊൻ. അതും കൂടി ശ്രദ്ധിക്കണം. ഒരാൾ ഒരു ചെറിയൊരു ആവശ്യവുമായിട്ട് നമ്മളിലേക്ക് സമീപിച്ചു. ഉദാഹരണത്തിന് നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിൽ നിന്നും മറ്റേ ഫ്ലാറ്റിൽ ആൾ പറഞ്ഞു, കുറച്ച് ഉപ്പിന്റെ കഷ്ണം തരുമോ എന്ന് ചോദിച്ചു. ഒരു ഉപ്പ് തരുമോ, ഒരു സ്പൂണ്. ഉപ്പൊന്നും ഇല്ല, കുറെ ദിവസം ഉപ്പെല്ലാം കൂട്ടിയിരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ തിരിച്ചയച്ചു. ഉപ്പ് കൂടി ഉണ്ടെന്നാലും വീട്ടിന്റെ ഉള്ളിൽ ഉപ്പുണ്ട്, കൊടുത്തില്ല. അങ്ങനെയുള്ള ആളുകളൊന്നും ഇബാദത്ത് ചെയ്തിട്ട് കാര്യം. അതായത് ചെറിയ കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ഇബാദത്തുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ്. അപ്പൊ നമുക്ക് എത്രത്തോളം സൽക്കർമ്മങ്ങൾ പരസ്പരം സഹകരിച്ചുകൊണ്ടും പരസ്പരം നന്മ ഉപദേശിച്ചുകൊണ്ടും പരസ്പരം നല്ലത് ചിന്തിച്ചുകൊണ്ടും നമുക്ക് ചെയ്യാൻ സാധിക്കുമോ, അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഇബാദത്തുകളൊക്കെ സ്വീകരിക്കപ്പെടുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا، واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا من الديون والمظالم والنار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. آمين برحمتك يا أرحم الراحمين.